അവൻ ഇബ്ലീസായതാണ് എന്നതുപോലെ ഇയാളെ ഇബ്നു സയ്യാദാകാം, ഇനി വേറൊരു വ്യക്തിയാകാം. ഒരു വ്യക്തിയാണ്, പേരെന്തോ ആയിരിക്കും. എന്നാൽ പിന്നീട് അയാൾക്ക് ദജ്ജാൽ എന്ന പേര് വരും, അല്ലെങ്കിൽ അയാൾ ദജ്ജാൽ എന്ന് പറയപ്പെടും. ഇനി ദജ്ജാൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. അപ്പോൾ നമ്മുടെ ഖാസിം ഉസ്താദിൻ്റെ പഠനങ്ങൾ എന്ന പരമ്പരയിലെ 4ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം പ്രധാനമായും ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഡോക്ടർ സൈനുദ്ദീൻ സാഹിബിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ഡോക്ടറോട് ചോദിക്കാനുള്ള ഏതാനും ചില ചോദ്യങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായും നമ്മൾ ഈ വിഷയത്തിൽ ദജ്ജാലിനെ കുറിച്ച് ആണ് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ദജ്ജാലിൻ്റെ യഥാർത്ഥ പേരെന്താണ്? അയാൾ ശരിക്കും മനുഷ്യനാണോ എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ദജ്ജാലിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത്, ദജ്ജാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ദജ്ജാൽ എന്ന് പറയുന്നത് അയാളുടെ സ്ഥാനത്തിന്റെ പേരാണ്. മൂപ്പരുടെ സിഫത്തിന്റെ പേരാണ് ദജ്ജാൽ എന്ന് പറയുന്നത്. ദജ്ജാൽ എന്നുള്ള ആളുടെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് ഈ അൽ ഹാഫിദ് അഹമ്മദ് ബിൻ അലി അൽ അബാർ എന്നിവർ തങ്ങളുടെ താരീഖിൽ ഉദ്ധരിച്ചിട്ടുള്ളത് കുനിയത്തു ദജ്ജാലി അബൂ യൂസുഫ് എന്നാണ്. അബൂ യൂസുഫ് എന്നുള്ള കുനിയായിരുന്നു ദജ്ജാലിനുണ്ടായത്. ദജ്ജാലിന്റെ യഥാർത്ഥ പേര് എന്ന് പറയുന്നത് അബൂ യൂസുഫ് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അബൂ യൂസുഫ്. അപ്പൊ ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാല്, യൂസുഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോസഫ്, അതാണല്ലോ യൂസുഫ് എന്ന് പറയുന്നത്. അപ്പൊ ജോസഫ് എന്ന് പറയുന്നത് ജ്യൂസിലൊക്കെ ഉള്ള ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു പേരുമാണ്. ദജ്ജാല് ഒരു ജൂത പണ്ഡിതനായിട്ട് തൗറാത്തൊക്കെ ഓടുന്ന ഒരാളായിട്ട് രംഗപ്രവേശം ചെയ്യും എന്നുള്ളത് ഇപ്പൊ പണ്ഡിതന്മാർ വ്യക്തമാക്കിയ വിഷയമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ദജ്ജാലിന്റെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് അബൂ യൂസുഫ് എന്നാണ്. പിന്നെ മറ്റൊരു വിഷയമുള്ളത്, ദജ്ജാൽ മനുഷ്യനാണോ എന്നുള്ള ചോദ്യമാണ്. മനുഷ്യനാണോ എന്ന് ചോദിക്കുന്നിടത്ത്, അപ്പൊ ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞാല് ദജ്ജാൽ മനുഷ്യനാണോ എന്നുള്ള വിഷയം വരുമ്പോ അവിടെ പണ്ഡിതന്മാർ കുറച്ച് സൂക്ഷ്മത വഹിക്കുന്നുണ്ട്. ദജ്ജാൽ മനുഷ്യ രൂപത്തിലുള്ള ഒരാളാണ് എന്നുള്ളതാണ് ശരിക്കുള്ള മറുപടി. മനുഷ്യ രൂപത്തിലാണ് ദജ്ജാൽ ഉണ്ടാവുക. എന്നാൽ ഒരു പരിപൂർണ മനുഷ്യനാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്കിപ്പോ വ്യക്തമാക്കി പറയാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. കാരണം ദജ്ജാലിന്റെ ഉത്ഭവത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ജിന്നും മനുഷ്യരും ഹൈബ്രിഡായി വന്ന ഒരാളാണ് ദജ്ജാൽ എന്നും ഒരു റിവായത്തുണ്ട്. അതുകൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ അല്ലെ ഒരു മനുഷ്യനാണ് അല്ലെ പരിപൂർണ മനുഷ്യനാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ നിവൃത്തിയില്ല. അപ്പൊ ദജ്ജാലിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ദജ്ജാൽ എന്നുള്ള വ്യക്തി മനുഷ്യ രൂപത്തിലുള്ള ഒരാളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ രൂപം മാത്രമേ മനുഷ്യനുള്ളൂ, ശരിക്ക് ആള് അതിൻ്റെ ജീന് മനുഷ്യനാണെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, അങ്ങനെ അല്ലേ? ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം ജിന്നും മനുഷ്യനും മിക്സായി വരുമ്പോ പിന്നെ അങ്ങനെ ഒരു റിപ്പോർട്ടും ഉണ്ട് ദജ്ജാലിനെ സംബന്ധിച്ച്. ഓക്കെ, ദജ്ജാൽ ആരാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഇപ്പൊ ഇതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം? ദജ്ജാലിനെ സംബന്ധിച്ച് പറഞ്ഞാല് ദജ്ജാലിനെ പറ്റി 4 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരാണ് ഇതിൽ നിൽക്കുന്നത്. ദജ്ജാലിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ച് ഒരഭിപ്രായം എന്താ വെച്ച് കഴിഞ്ഞാൽ അബ്ദുള്ള സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ്. അതായത് ദജ്ജാല് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് മഹാനവറുകൾ പറയുന്നത്. അപ്പോ മഹാനവറുകൾ പറയുന്ന വിഷയം എന്താന്ന് വെച്ചാല്, നൂഹ് നബിന്റെ കാലഘട്ടത്തിലാണ് സത്യത്തില് ഈ താക്കീത് നൽകുക, ഭയപ്പെടുത്തി അറിയിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങിയത്. അമ്പിയാക്കളിൽ നൂഹ് നബിയാണ് ആദ്യമായിട്ട് തുടങ്ങിയത്. അതിന് 2 കാരണങ്ങളാണ് അബ്ദുള്ള സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞത്. ഒന്ന്, ഷിർക്ക് ലോകത്ത് ആരംഭിച്ചിട്ടുള്ളത് നൂഹ് നബിന്റെ കാലഘട്ടത്തിലാണ്. മറ്റൊന്ന്, ദജ്ജാലിനെ സൃഷ്ടിക്കപ്പെട്ടതും നൂഹ് നബിന്റെ കാലത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ
താക്കീത് നൽകുക, ഭയപ്പെടുത്തി അറിയിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നൂഹ് നബിയുടെ കാലത്തൊക്കെ തുടങ്ങിയത് എന്ന് അബ്ദുള്ള സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി പറഞ്ഞു. അപ്പൊ അത് ഒരു അഭിപ്രായം അതാണ്, നൂഹ് നബിയുടെ കാലത്ത് ദജ്ജാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ദജ്ജാൽ എന്ന് പറയുന്നത് സാമിരിയാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ മൂസാ നബിന്റെ കാലത്തുള്ള ആളാണ് ദജ്ജാൽ അങ്ങനെ വരുമ്പോൾ ആ അഭിപ്രായ പ്രകാരം. മൂന്നാമതൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ദജ്ജാൽ എന്ന് പറയുന്നത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു സാഹിറായിരുന്നു, ഒരു ആഭിചാര പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്ന ആളായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന് വിശദീകരണങ്ങൾ നമ്മൾ പിന്നീട് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ കഴിഞ്ഞ ശേഷം ഞാൻ ഈ വീഡിയോന്റെ ബാക്കിയിൽ നമ്മൾ കൂടുതൽ തെളിവുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. വീഡിയോ ഫുള്ള് കാണുമ്പോൾ ആൾക്ക് മനസ്സിലാവും. അപ്പൊ അതില് ഒരഭിപ്രായം അങ്ങനെയും വന്നിട്ടുണ്ട്. അതായത് ദജ്ജാൽ എന്ന് പറയുന്നത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു സാഹിറാണ്, ഒരു ദുർമന്ത്രവാദിയായിരുന്നു. അങ്ങനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അയാളെ ബന്ധനസ്ഥനാക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് മൂന്നാമത്തെ അഭിപ്രായം. നാലാമതായി നിലനിൽക്കുന്ന അഭിപ്രായം എന്ന് പറയുന്നത് ദജ്ജാൽ എന്നുള്ളത് ഇബ്നു സയ്യാദാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പൊ ദജ്ജാലിന്റെ ഉത്ഭവത്തിനെ കുറിച്ച് ഈ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാരുടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ദജ്ജാലിന്റെ മാസ്റ്റർ പ്ലാൻ എന്താണ്? ദജ്ജാലിന്റെ മാസ്റ്റർ പ്ലാൻ എന്താന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ചില ഹദീസുകളിലൂടെ കണ്ണോടിക്കാനുണ്ട്. ഒരു ഹദീസ് എന്താണെന്ന് വെച്ചാല് സ്വഹീഹ് മുസ്ലിമിനുള്ള റിപ്പോർട്ടിൽ പറയുന്നത്, അതായത് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു സയ്യാദിനെ കണ്ടുമുട്ടി. അങ്ങനെ അവർ തമ്മിൽ തർക്കമായി. ഇബ്നു സയ്യാദ് വളരെയധികം കോപിഷ്ഠനായി. അങ്ങനെ ഇബ്നു സയ്യാദ് വീർത്തു വന്നു എന്നാണ് റിപ്പോർട്ട്. വീർത്തു വന്നിട്ട് വഴി ബ്ലോക്കാക്കി. എന്റെ ഓർമ്മ ശരിയാണ്, വഴി ബ്ലോക്കാക്കി. അങ്ങനെ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പോവുകയും പിന്നീട് ഹഫ്സ ബീവിയുടെ വീട്ടിൽ ചെന്നെത്തുകയും ചെയ്തു. ഹഫ്സ ബീവി അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഹോദരിയാണല്ലോ. അപ്പൊ ആ സമയത്ത് ഹഫ്സ ബീവി പറയുന്ന വാക്കുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇബ്നു സയ്യാദിനെ വല്ലാണ്ട് പ്രകോപിപ്പിക്കണ്ട, കാരണം ദജ്ജാല് ഏറ്റവും കൂടുതൽ ദേഷ്യം വരുന്ന സമയത്താണ് പുറത്തു വരിക എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്ന് ചോദിക്കട്ടെ. അപ്പൊ ഈ റിപ്പോർട്ടിൽ തന്നെ ഒരു കാര്യം വ്യക്തമാവുന്നുണ്ട് സ്വഹീഹ് മുസ്ലിം. അതായത് ദജ്ജാല് പുറത്തു വരല് ഏറ്റവും കോപകരമായ ഒരവസ്ഥ, ഒരു സംഗതി, അയാളെ കോപിപ്പിക്കുന്ന ഒരു സംഗതി ലോകത്ത് നടക്കുമ്പോഴാണ് ദജ്ജാൽ രംഗപ്രവേശം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ ഈ ഹദീസ് വെച്ച് പഠനം നടത്തുമ്പോൾ ദജ്ജാലിന് ഏറ്റവും കൂടുതൽ കോപം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ലോകത്ത് ആ കാലഘട്ടത്തിൽ നടക്കും. ആ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് നമ്മൾ പിന്നീട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹദീസ് നമ്മൾ പരിശോധിച്ചാൽ 3 കാര്യങ്ങൾ ദജ്ജാലിന്റെ വരവുമായിട്ട് ലിങ്ക് ചെയ്ത് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ആ സംഗതിന്റെ അടുത്ത സ്വീക്വൻസ് ദജ്ജാലിന്റെ വരവായിട്ടാണ് പറഞ്ഞത്. ഒന്ന് എന്താന്ന് വെച്ചാല് ബൈത്തുൽ മുഖദ്ദിസിൽ ഖിലാഫത്ത് ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോ അത് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ദജ്ജാൽ ഉടനെ തന്നെ വരും എന്നുള്ളത് ഹദീസിൽ വ്യക്തമാക്കുന്നത്. സുഹൃത്ത് അബൂ ദാവൂദ് ഷരീഫുള്ള ഹദീസാണ്. ഇതിലെന്താ പറയുന്നത്? യാ ഇബ്നു ഹവാലനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ റഅയ്തൽ ഖിലാഫത ഖദ് നസലത്തിൽ അബ്വാൽ മുഖദ്ദസത, അതായത് ബൈത്തുൽ മുഖദ്ദിസിലെ ഖിലാഫത്ത് ഇറങ്ങുന്നതായി നീ കണ്ടാൽ, ഫഖദ് ദനത്തിസ് സലാസിൽ, നീ ഭൂമി കുലുക്കത്തെ പ്രതീക്ഷിച്ചു കൊള്ളുക, വൽ ബലാബിൽ, അതുപോലെ തന്നെ ദുഃഖങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, വൽ ഉമൂറുൽ ഇവാമു, അതുപോലെ തന്നെ ഗൗരവമായ കാര്യങ്ങൾ നീ പ്രതീക്ഷിച്ചു കൊള്ളുക, വസ്സാഅതു യൗമഇദിൻ അഖറബു മിനൻ നാസി മിൻ യദി ഹാദിഹി മിൻ റഅസിക. ആ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത് എന്റെ കൈ നിന്റെ ശിരസിനോട് ഉള്ളതിനേക്കാൾ വളരെ അടുത്തായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ടുള്ള ഹദീസ് സ്വഹീഹായ ഹദീസാണ്. അബൂ ദാവൂദ് ഷരീഫ്, അഹ്മദ്, ബൈഹഖി ഇമാം ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ബൈത്തുൽ മുഖദ്ദിസിൽ ഖിലാഫത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ദജ്ജാൽ വരുന്നതാണ്. ബൈത്തുൽ മുഖദ്ദിസിൽ ഖിലാഫത്ത് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത് ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് സംഭവിക്കുക. ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ലോകത്ത് ഈ മഹാനവറുകളുടെ ഭരണത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തലസ്ഥാനം എന്ന് പറയുന്നത് ബൈത്തുൽ മുഖദ്ദിസ് ആയിരിക്കും. അപ്പൊ അവിടെ ഖിലാഫത്ത് സ്ഥാപിക്കപ്പെടുന്നതോടെ ദജ്ജാൽ അധികം താമസിയാതെ തന്നെ വരും എന്നുള്ളതാണ് ഈ ഹദീസിൽ നിന്നുള്ള സൂചന. അപ്പൊ ഇവിടെ ശരിക്കും വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ദജ്ജാലിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നത് എന്താ വെച്ചാല് ബൈത്തുൽ മുഖദ്ദിസ് കേന്ദ്രമാക്കിക്കൊണ്ട് ലോകം ഭരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള പ്ലാനിങ്ങും അതിനുള്ള ചരടുവലികളുമാണ് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ദജ്ജാൽ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന സത്യത്തിൽ. അപ്പോ ഈ സംഗതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി ദജ്ജാൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ മുഴുവൻ തകർത്തെറിഞ്ഞുകൊണ്ട് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്യും? ബൈത്തുൽ മുഖദ്ദിസ് കേന്ദ്രമാക്കിക്കൊണ്ട് ഖിലാഫത്ത് അവിടെ ഇസ്ലാമിക ഖിലാഫത്ത് കൊണ്ടുവരും.
ഇത് ദജ്ജാലിനെ ഏറ്റവും കൂടുതൽ കോപിപ്പിക്കുന്നതായിട്ടുള്ള വിഷയമാണ്. അതോട് കൂടിയിട്ടാണ് ദജ്ജാൽ രംഗപ്രവേശം ചെയ്യുക എന്ന് ഇത് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദജ്ജാലിന്റെ വരവിന് കോപം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് എന്ത്? ഒന്ന്, കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നതും, രണ്ടാമത്തത് മദീനത്തു റൂം പട്ടണം കീഴടക്കപ്പെടുക. റൂം പട്ടണം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വത്തിക്കാനാണ്. ഇതും ദജ്ജാലിന് കോപം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ ഇതൊക്കെ ദജ്ജാലിന്റെ പ്ലാനുകളുമായിട്ടൊക്കെ ലിങ്ക് വരുന്നുണ്ട്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുന്നതിൽ ദജ്ജാലിന് എന്താ പ്രശ്നം? അതായത് കോൺസ്റ്റാന്റിനോപ്പിളിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാല് കോൺസ്റ്റാന്റിനോപ്പിൾ വളരെ വ്യക്തമായിട്ട് തന്നെ ഹദീസിൽ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് അൽ മൽഹമത്തുൽ കുബ്ര വ ഫത്ഹുൽ ഖസ്തത്വീനിയത്തി വ ഖുറൂജുദ് ദജ്ജാൽ ഫീ സബഅത്തി അശ്ഹുരി. അതായത് മൽഹമത്തുൽ കുബ്ര എന്ന് പറഞ്ഞാല് ഇമാം മഹ്ദി റളിയല്ലാഹു കാലത്ത് നടക്കുന്ന ഘോരമായ യുദ്ധമാണ്. പിന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കൽ, അത് കഴിഞ്ഞ ഉടനെ തന്നെ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കൽ നടക്കും. അത് കഴിഞ്ഞ ഉടനെ തന്നെ ദജ്ജാലിന്റെ പുറപ്പാടുണ്ടാവും. ഇതെല്ലാം കൂടി 7 മാസത്തിനുള്ളിൽ സംഭവിക്കുന്ന. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കൽ ദജ്ജാലുമായിട്ട് വളരെ അടുത്ത സംഭവമായിട്ടാണ് വരുന്നത്. അപ്പോ ഇത് എന്തുകൊണ്ട്? അപ്പൊ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കപ്പെടുക എന്നുള്ളത് എന്തുണ്ട്? ദജ്ജാലിന് ഏറ്റവും കൂടുതൽ കോപം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1920-കളിലാണ് ഓട്ടോമൻ ഖിലാഫത്ത് ലോകത്ത് നിന്ന് നീക്കം ചെയ്യപ്പെട്ടത്. അതായത് അബ്ദുൽ ഹമീദ് സാനി റഹ്മത്തുള്ളാഹി അലൈഹിനെ സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? അത് ഇതിന്റെ ഭരണത്തിന്റെ അധികാരങ്ങൾ കംപ്ലീറ്റ് പാർലമെന്റിലേക്ക് നീക്കം ചെയ്യപ്പെടുക. പിന്നെ നാമമാത്ര ഭരണാധികാരികളാണ് വരുന്നത്. പിന്നെ 1920-കളിൽ തന്നെ എന്തുണ്ട്? ഔദ്യോഗികമായിട്ട് തന്നെ ഈ പറഞ്ഞ ഓട്ടോമൻ ഖിലാഫത്ത് ഇത് നീക്കം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടം തൊട്ടിട്ട് മുസൽസലായിട്ട് തുടർച്ചയായിട്ട് ഇസ്ലാമിക ഭരണം മുസ്ലിം ഉമ്മത്ത് നിലനിന്നിട്ടുണ്ട്. ആ മുസ്ലിം ഉമ്മത്ത് നിലനിന്നത് 1920-കൾ വരെ നിലനിന്നിട്ടുണ്ട്. പല രാജാക്കന്മാരുടെ ഭരിച്ച് ഇസ്ലാമിക ഭരണം നിലനിന്നിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ കണ്ണിയാണ് എന്ത്? ഓട്ടോമൻ ഖിലാഫത്ത് എന്ന് പറയുന്നത്. ആ ഓട്ടോമൻ ഖിലാഫത്ത് നീക്കം ചെയ്യുക എന്നുള്ളത് ദജ്ജാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാനാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ദജ്ജാൽ ലോകത്ത് വന്നു കഴിഞ്ഞാൽ ബൈത്തുൽ മുഖദ്ദിസ് കേന്ദ്രമാക്കിക്കൊണ്ട് ലോകം ഭരിക്കുക എന്നുള്ളതാണ് ദജ്ജാലിന്റെ മാസ്റ്റർ പ്ലാൻ. അപ്പൊ ഇവിടെ മറ്റേ ഉസ്മാനിയ ഖിലാഫത്ത് ഉണ്ടെങ്കിൽ ഇപ്പൊ ആ പരിപാടി നടക്കും. അപ്പൊ ഈ ഖിലാഫത്ത് നീക്കം ചെയ്യുക, ഈ ഭരണം നീക്കം ചെയ്യുക എന്നുള്ളത് ദജ്ജാലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ്. അപ്പോ ദജ്ജാലിന്റെ പരിശ്രമ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അബ്ദുൽ ഹമീദ് സാനി എന്നവരിൽ നിന്നും ഓട്ടോമൻ ഖിലാഫത്ത് നീക്കം ചെയ്യപ്പെട്ടു. അതായത് 1920-കളിലായപ്പോൾ നീക്കം ചെയ്യപ്പെട്ടു. അപ്പൊ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക ഭരണത്തിന്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പൊ കോൺസ്റ്റാന്റിനോപ്പിൾ നിന്നാണ് ഖിലാഫത്ത് നീക്കം ചെയ്തത്. അത് ദജ്ജാലിന്റെ മാസ്റ്റർ പ്ലാന്റെ ഭാഗമായിരുന്നു. അപ്പൊ വളരെയധികം ചരടുവലികൾക്ക് ശേഷം ചെയ്തൊരു പണിയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ ലോകത്തിന്റെ ക്രമം താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തിക്കാൻ പറ്റും എന്ന് ദജ്ജാൽ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോഴാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്നിട്ട് അവിടെയും പ്ലാൻ തകർക്കുന്നത്. ഏതൊരു സ്ഥലത്തു നിന്നാണോ ഖിലാഫത്ത് നീക്കിയത് ആ സ്ഥലം വീണ്ടും തിരിച്ചു പിടിച്ച് അവിടെ ഇസ്ലാമിക ഭരണം ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു പുനഃസ്ഥാപിക്കും. അപ്പൊ ഇത് ദജ്ജാലിന് ഏറ്റവും കൂടുതൽ വലിയൊരു അടിയാണ് ഈ സംഭവം. അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കപ്പെടുന്ന ദജ്ജാലിന്റെ അടിയായി മാറുന്നത്. അപ്പൊ ഇതും ദജ്ജാലിന്റെ വരവിനുള്ള ആക്കം കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറാം. ഈ വത്തിക്കാനുമായിട്ടുള്ള ബന്ധം, വത്തിക്കാന്റെ രഹസ്യം എന്താണ്? വത്തിക്കാൻ എന്ന് പറയുന്നത് ഇപ്പൊ ഹദീസിൽ വന്നിട്ടുണ്ട്. 2 പട്ടണങ്ങളിൽ, കോൺസ്റ്റാന്റിനോപ്പിൾ അതേപോലെ തന്നെ മദീനത്തു റൂം എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്ന വത്തിക്കാനാണ്. ഈ വത്തിക്കാൻ ഏതാണ് ആദ്യം കീഴടക്കപ്പെടുക എന്നുള്ള ചോദ്യം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞ കോൺസ്റ്റാന്റിനോപ്പിളാണ് ആദ്യം കീഴടക്കുക. അത് കഴിഞ്ഞിട്ടാണ് വത്തിക്കാൻ കീഴടക്കപ്പെടുക എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് എന്താണ്? ഫഖാല നാഫിഉ യാ ജാബിർ ലാ നറ ദജ്ജാല യഖ്റുജ് ഹത്താ തുഫ്തഹ റൂം ഫത്ഹാവുന്നത് വരെ ദജ്ജാൽ പുറപ്പെടൂല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പൊ വത്തിക്കാൻ എന്ന് പറയുന്നതും ഇപ്പറഞ്ഞമായി തന്നെ കീഴടക്കപ്പെടുക എന്നുള്ള ദജ്ജാലിന് അങ്ങേയറ്റം കോപം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് വത്തിക്കാൻ കീഴടക്കപ്പെടൽ കോപം ഉണ്ടാക്കുന്ന വിഷയമെന്ന് വെച്ചാൽ അതിനെ സംബന്ധിച്ച് നുഐമാനുടെ ഹമ്മാദിന്റെ ഒരു റിപ്പോർട്ട് നമുക്ക് കാണാൻ പറ്റും. അത് പരിശോധിച്ചാൽ തന്നെ ഈ വിഷയം ക്ലിയർ ആവും. എന്താണ് പറയുന്നത് വെച്ചാൽ ഇദാ ഫതഹ്തും റൂമിയ്യത ഫദ്ഖുലു കനീസതഹ ശർഖിയ്യത മിൻ ബാബിഹ ശർഖിയ്യി. അതായത് റൂം പട്ടണം, അതായത് വത്തിക്കാൻ നിങ്ങൾക്ക് കീഴടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ
കിഴക്ക് ഭാഗത്തുള്ള ചർച്ചിനെ ലക്ഷ്യമാക്കി പോവുക. കിഴക്ക് ഭാഗത്തുള്ള ചർച്ചിലൂടെ കിഴക്ക് ഭാഗത്തുള്ള ചർച്ചിനെ കിഴക്ക് ഭാഗത്തുള്ള വാതിലിലൂടെ പ്രവേശിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് എന്താ പറയുന്നത്? ഫഅദിദു സബഅ ബലാത്വാത്തിൻ, നിങ്ങൾ 7 മാർബിൾ കല്ലുകൾ എണ്ണുക. സാമിനത, 8ാമത്തെ മാർബിൾ കല്ല് നിങ്ങൾ പൊളിക്കണം. ഇന്ന തഹ്തഹ അസ്വാ മൂസ, അപ്പൊ അതിന്റെ താഴെ ഒരു മൂസാ നബി അലൈഹി വസല്ലം പടി ഉണ്ടാവും. വൽ ഇഞ്ചീല, വലിയൻ മാറ്റം വരാത്ത ഇഞ്ചീലും ഉണ്ടാവും. ബൈത്തുൽ മുഖദ്ദിസ്, അതേപോലത്തെ ബൈത്തുൽ മുഖദ്ദിസിന്റെ ആഭരണങ്ങളും ഉണ്ടാവുമെന്ന് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ടിൽ കാണാൻ പറ്റും. അപ്പം മഹ്ദി ഇമാം എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇവിടെ, അതായത് വത്തിക്കാൻ കീഴടക്കിയിട്ട് വത്തിക്കാനിൽ നിന്നും ഒറിജിനൽ ഇഞ്ചിയിൽ പുറത്തു കൊണ്ടുവരും. ഇത് ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അടിവരുന്ന വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ വത്തിക്കാൻ എന്ന് പറയുന്നത് ലോകത്തിലെ ക്രിസ്ത്യാനികളുടെ വേൾഡ് മർക്കസാണ് വത്തിക്കാൻ. ആ വത്തിക്കാനാണ് ഒറിജിനൽ ഇഞ്ചിയിൽ പുറത്തു കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, മഹ്ദി ഇമാം വന്നിട്ട് വത്തിക്കാനിൽ നിന്ന് എന്തുണ്ടാവും? ഒറിജിനൽ ഇഞ്ചിയിൽ പുറത്തു കൊണ്ടുവരും. ഇത് ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വത്തിക്കാൻ എന്ന് പറയുന്നത് ലോകത്തിലെ ക്രിസ്ത്യാനികളുടെ വേൾഡ് മർക്കസ് ആണ് വത്തിക്കാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വത്തിക്കാൻ ഒറിജിനൽ ഇഞ്ചിയിൽ പുറത്തു വരുന്നതോട് കൂടിയിട്ട് ലോകത്തിന് മുമ്പിൽ സത്യം തെളിയാണ്. എന്താന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹി സ്വലാം പറഞ്ഞതെല്ലാം ഹക്കാണ് എന്നുള്ള ലോകത്തിന് മുമ്പ് തെളിയിക്കപ്പെടുകയാണ്. ഇത് ദജ്ജാലിന്റെ അടിയാണ്. കാരണം എന്താ വെച്ചാൽ ഈസാ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഹദീസിൽ പറഞ്ഞത് ലോകം വിശ്വസിക്കാൻ പാടില്ല, ലോകം അത് ഉൾക്കൊള്ളാൻ പാടില്ല, ലോകം അതിനെക്കുറിച്ച് ബോധവാന്മാരാകാൻ പാടില്ല എന്നുള്ളത് ദജ്ജാലിന്റെ ആവശ്യമാണ്. കാരണം എന്താണ്? ഹദീസിൽ എന്താ വന്നിട്ടുള്ളത്? ഹദീസിൽ വളരെ വ്യക്തമായി വന്നിട്ടുള്ള വിഷയം എന്താ വെച്ചാല്, അതായത് ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ പിന്നാലെ തന്നെ ഈസാ നബി അലൈഹി സ്വലാമും വരും. ഈസാ നബി അലൈഹി സ്വലാം വന്നിട്ട് എന്ത് ചെയ്യും? ദജ്ജാലിനെ കൊല്ലുകയാണ് ചെയ്യുക. മാത്രല്ല ഈ ഈസാ നബി അലൈഹി സ്വലാം കൊല്ലുന്ന ദജ്ജാലിന്റെ എല്ലാവിധ ലക്ഷണങ്ങളും വളരെ കൃത്യമായിട്ട് തന്നെ എന്തിന്റെ ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോ എന്താ, ആരെങ്കിലും ഈ ദജ്ജാൽ വന്നാൽ മൂപ്പരെ കൂടെ കൂടും. അപ്പൊ ഇത് ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടിയാണ് വത്തിക്കാൻ കീഴടക്കപ്പെടുന്നത്. മാത്രമല്ല വത്തിക്കാനിൽ വളരെയധികം രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. വത്തിക്കാൻ ആർക്കൈവ്സ് എന്നുള്ള പേരിലുള്ള ഒരു മേഖല അവിടെയാണ്. അതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ പിന്നീട് വീഡിയോ ലാസ്റ്റിൽ നമ്മൾ തെളിവുകൾ സഹിതം കൊണ്ടുവരുന്നുണ്ട്. ഇത് ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാന കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇതും മഹ്ദി ഇമാം കീഴടക്കൽ ദജ്ജാലിന്റെ വരവിനുള്ള ആക്കം കൂട്ടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജസ്സാസ എന്താണ്? ജസ്സാസ എന്ന് പറയുന്നത് ഒരു ജീവിയാണ്. അതായത് ഈ പറഞ്ഞ തമീമുദ്ദാരിയും സംഘവും ഒരു സൂര്യാസ്തമനത്തിന്റെ സമയത്താണ് ദജ്ജാലിനെ ബന്ധിച്ച ദ്വീപിൽ വരുന്നത്. ഹദീസിൽ അങ്ങനെ വന്നിട്ടുള്ളത്. ആ സമയത്ത് അവിടെ ഒരു ജീവിയെ കണ്ടുവന്ന ആ ജീവി രോമം കൊണ്ട് മൂടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ മുൻഭാഗവും പിൻഭാഗവും നമ്മൾ തിരിച്ചറിയാൻ വരെ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു ജീവിയായിരുന്നു. ആ ജീവിന്റെ പേരായിരുന്നു ജസ്സാസ എന്ന് പറയുന്നത്. ഇപ്പൊ ഇമാം നബവി റഹ്മത്തുള്ളാഹി ശറഹ് മുസ്ലിമിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നത് കഴിഞ്ഞ എപ്പിസോഡ് 3 നമ്മളെ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്സാസിന്റെ പണി എന്ന് പറയുന്നത് രഹസ്യങ്ങൾ ചോർത്തലാണ്. രഹസ്യങ്ങൾ ചോർത്തിയിട്ട് ദജ്ജാലിന് കൊടുക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ജസ്സാസിന്റെ മെയിൻ പണി. ജസ്സാസ് എന്ന് പറഞ്ഞാൽ ജിന്നാണ്, ജിന്ന് സ്പൈവർക്കാണ്. പിന്നെ ഇവിടെ ഒരു ചോദ്യം എന്താ വെച്ചാല്, അപ്പോ അതാണ് ഇതിന്റെ മെയിൻ സംഗതി. അപ്പൊ ജസ്സാസിനെ സംബന്ധിച്ച് ജസ്സാസ രഹസ്യങ്ങൾ ചോർത്തുന്നുണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ചോർത്തുന്നത് എന്നുള്ള ചോദ്യം പിന്നെ വരുന്നുണ്ട്. അപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം എന്താ വെച്ചാൽ ജസ്സാസ ലോകം മുഴുവൻ പാറി നടന്നുകാണ്ട് പല കാര്യങ്ങളും അറിയുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ മറ്റുള്ള ശൈത്താന്മാരെ പറഞ്ഞയച്ചിട്ട് പല കാര്യങ്ങളും അറിയുന്നുണ്ട് എന്നൊക്കെ പറയാം. അത് സംഭവ്യമായ കാര്യമാണ്. പക്ഷെ അഹ്ലുൽ കശ്ഫിൽപ്പെട്ട ആളുകളുടെ അഭിപ്രായം എന്താ വെച്ചാൽ ഈ ജസ്സാസ എന്ന് പറയുന്ന ഈ ജിന്ന് ലോകത്തിലുള്ള ചാര സംഘടനകൾ സ്പൈ നെറ്റ്വർക്കുമായിട്ട് ജസ്സാസിക്ക് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ ചില തെളിവുകളൊക്കെ നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ജിന്നുകളുടെ ലോകവും അതുപോലെ തന്നെ ഈ ചാരപ്രവർത്തനവും തമ്മിൽ വളരെയധികം ലിങ്ക്ഡാണ്. ജിന്നുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറഞ്ഞ ലോകത്ത് നിന്ന് മനുഷ്യനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ജിന്നുകൾ. അങ്ങനെ മനുഷ്യന്റെ രഹസ്യങ്ങളൊക്കെ അവരിൽ വീക്ഷിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ ശൈത്താന്മാരുടെ പ്രത്യേകതയാണ് ആകാശത്ത് പോയിട്ട് വാർത്തകൾ കട്ടുകൾക്കുക എന്നുള്ളത്. അപ്പൊ ചാരപ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ജിന്നിന്റെ ഒരു സ്വഭാവമാണ്. അപ്പൊ ഈ ചാരപ്രവർത്തനം ആഭിചാര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ജിന്നുകളുടെ ലോകവുമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്? ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ലിങ്ക് അവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ
മുൻകാലങ്ങളൊക്കെ പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് മധ്യ നൂറ്റാണ്ടുകളൊക്കെ യൂറോപ്പിലൊക്കെ പരിശോധിച്ചാൽ, അന്ന് സിഹറും ചാരപ്രവർത്തനവും ഒന്ന് തന്നെയായിരുന്നു. ആഭിചാര പ്രവർത്തനം ചെയ്യുന്നവർ തന്നെയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിരുന്നത്? ചാരപ്രവർത്തനം ചെയ്തിരുന്നത്. അത് അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. പിൽക്കാലത്ത് ചാരപ്രവർത്തനവും അതുപോലെ തന്നെ ഈ പറഞ്ഞ ആഭിചാര കർമ്മവും രണ്ടും രണ്ടായിട്ട് ബാഹ്യമായിട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ തമ്മിൽ അന്തർധാര വളരെ വലുതാണ്. ആധുനിക കാലഘട്ടത്തിലും സാഹിര്യങ്ങളായ ആളുകളെ ഇന്നത്തെ കാലഘട്ടത്തിലെ മോഡേൺ സ്പൈ നെറ്റ്വർക്കുകൾ വ്യാപകമായി ഉപയോഗിക്കുന്നതിനൊക്കെയുള്ള തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ലിങ്ക് വരുന്നത് ഇങ്ങോട്ടാണ് ലാസ്റ്റ് കണക്ട് ആവുന്നത് ജസാസയിലേക്കാണ്. അപ്പൊ ജസാസ ഈ പറഞ്ഞ ഇതിലൂടെ പല കാര്യങ്ങളും അറിയുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ ജെയിംസ് ബോണ്ടും ഈ വിഷയങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? എന്താണ് ജെയിംസ് ബോണ്ടിന്റെ രഹസ്യം? ജെയിംസ് ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ, ജെയിംസ് ബോണ്ട് ഇയാൻ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു സാഹിത്യ കൃതിയാണ് ജെയിംസ് ബോണ്ട്. അതാണ് പിന്നീട് മറ്റേ ഫിലിമാക്കി മാറ്റുന്നത്. അപ്പൊ ജെയിംസ് ബോണ്ട് ചാരപ്രവർത്തനത്തിന്റെ കഥ, ചാരപ്രവർത്തകന്റെ കഥയാണ് നമുക്ക് അറിയാം സംഭവങ്ങളൊക്കെ. പക്ഷെ ജെയിംസ് ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഈ ആഭിചാരവും അതുപോലെ തന്നെ ചാരപ്രവർത്തനവും തമ്മിൽ ഡയറക്റ്റ് ലിങ്ക് ഉണ്ട് എന്നുള്ളതിനും ഒരു തെളിവാണ് ജെയിംസ് ബോണ്ട്. കാരണം ജെയിംസ് ബോണ്ടിന്റെ നമ്പർ എന്ന് പറയുന്നത് 007 ആണ്. ഈ 007 എവിടെ നിന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ, ജോൺ ഡി എന്ന് പറയുന്ന ഒരു സാഹിറിന്റെ ഒരു സൈനാണ് സത്യത്തിൽ ഈ പറഞ്ഞ 007 എന്ന് പറയുന്നത്. അത് എലിസബത്ത് രാജ്ഞിന്റെ സാഹിറായിരുന്നു ജോൺ ഡി എന്ന് പറഞ്ഞ ചരിത്രപ്രസിദ്ധനായിട്ടുള്ള ഒക്കൾട്ടിസ്റ്റ് ആണ്, സാഹിറാണ്. ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന, കൂടോത്ര പരിപാടികൾ ചെയ്യുന്ന ആളായിരുന്നു ആര്? ഈ ജോൺ ഡി എന്ന് പറയുന്ന ആള്. ഈ ജോൺ ഡി എന്ന് പറയുന്ന ആള് അതിനോടൊപ്പം തന്നെ ചാരപ്രവർത്തനങ്ങളും എലിസബത്ത് രാജ്ഞിന്റെ കാലഘട്ടത്തിൽ ചെയ്തിരുന്നു. അന്നത്തെ കാലത്ത് സീക്രട്ട് ഏജന്റ് വരുന്നു, അതിനോടൊപ്പം ഒക്കൾട്ടിസ്റ്റ് വരുന്നു. ഈ പറഞ്ഞ ജോൺ ഡി എഴുതുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കത്തുകൾ, രഹസ്യ സ്വഭാവമുള്ള കത്തുകളിൽ എന്തുണ്ട്? അയാള് രേഖപ്പെടുത്തിയിരുന്ന ചിഹ്നമായിരുന്നു 007. 007 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ രാഖി മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ, വേറെ ആരും കാണാൻ പാടില്ല എന്നുള്ളതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ചിഹ്നമാണ് 007. ഈ 007 എന്നുള്ള ഈ ചിഹ്നമാണ് പിന്നെ ജെയിംസ് ബോണ്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. സിഹറും അതുപോലെ തന്നെ ചാരപ്രവർത്തനമൊക്കെ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഈ ചാരപ്രവർത്തനത്തിനും ആഭിചാരക്രിയക്കും തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് ചാരപ്രവർത്തനം ആഭിചാരം തമ്മിൽ മുൻകാലം തൊട്ടേ വളരെയധികം ബന്ധങ്ങൾ ആ വിഷയത്തിലുണ്ട്. അതിന് കൂടുതൽ തെളിവുകളും വിശദീകരണങ്ങളൊക്കെ നമ്മൾ പിന്നീട് ഈ വീഡിയോന്റെ ലാസ്റ്റിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇതിനെ രത്നചുരുക്കമായിട്ട് പറയാൻ പറ്റുന്ന വിഷയം എന്താ വെച്ചാൽ, പണ്ട് കാലഘട്ടങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞ മധ്യ നൂറ്റാണ്ടിലൊക്കെ സാഹിര്യങ്ങൾ തന്നെയായിരുന്നു ചാരപ്രവർത്തനം ചെയ്യുന്നത്. എലിസബത്ത് രാജ്ഞിന്റെ കാലഘട്ടത്തിൽ ജോൺ ഡി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സാഹിർ, അയാളായിരുന്നു എന്തുണ്ടായിരുന്നത്? ഈ പറഞ്ഞ ചാരപ്രവർത്തനത്തിന്റെ പരിപാടി ചെയ്തിരുന്നത്. അതേമാതിരി തന്നെ സർ ഫ്രാൻസിസ് വാൽസിംഗ്ഹാം എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഏജന്റ് ഉണ്ടായിരുന്നു. എലിസബത്ത് നീറയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അയാളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരും സിഹറിനെ പ്രധാനമായിട്ടും ചാരപ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചതിന് ചരിത്രത്തിൽ രേഖകളുണ്ട്. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് സ്പെയിനിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വിച്ചസ്, അതായത് ദുർമന്ത്രവാദികളുടെ ഒരു സംഘത്തെ ഇട്ടിട്ട് ആഭിചാര കർമ്മങ്ങൾ വളരെ വ്യക്തമായ രീതിയിൽ ഇയാൾ ചെയ്യാറുണ്ടായിരുന്നത് ചരിത്രത്തിൽ കാണാൻ പറ്റും. അപ്പൊ അന്നത്തെ കാലഘട്ടത്തിന് ഒക്കൾട്ടും അതുപോലെ തന്നെ ഈ പറഞ്ഞ എസ്പിയോണാഷും രണ്ടും കണക്റ്റഡാണ്. മാത്രമല്ല പിൽക്കാലത്ത് ആധുനിക കാലഘട്ടത്തിൽ, അതായത് 2ാം ലോക മഹായുദ്ധ സമയത്ത് അലിസ്റ്റർ ക്രൗളി എന്ന് പറയുന്ന ഒരു ഒക്കൾട്ടിസ്റ്റ്. അലിസ്റ്റർ ക്രൗളി ആരാന്ന് വെച്ചാൽ നമ്മൾ എപ്പിസോഡ് 3 ചർച്ച ചെയ്തിട്ടുള്ള ജാക്ക് പാർസനെ പറ്റി നമ്മൾ മറ്റേ എപ്പിസോഡ് 3 ചർച്ച ചെയ്യും. ഈ ജാക്ക് പാർസൺ ഉസ്താദാണ് അലിസ്റ്റർ ക്രൗളി. അലിസ്റ്റർ ക്രൗളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഹിറാണ്, ദുർമന്ത്രവാദിയാണ്, ആഭിചാര കർമ്മങ്ങളുടെ ആളാണ്, ഒക്കൾട്ടിസ്റ്റ് ആണ്. ഇയാള് എന്ത് ചെയ്തിട്ടുണ്ട്? സീക്രട്ട് ഏജന്റ് ആയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, സീക്രട്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ രേഖകളുണ്ട്. അതുപോലെ തന്നെ 1970-കൾക്ക് ശേഷം CIA ഒരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രോജക്ട് സ്റ്റാർഗേറ്റ് എന്ന് പറയുന്നത്. അതിൽ സൈക്കിക് റിസർച്ചുകൾ, അതായത് മനഃശക്തി ഉപയോഗിച്ചിട്ട് ദൂരെയുള്ള കാര്യങ്ങൾ അറിയാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒക്കൾട്ട് പരിപാടികളും മറ്റൊക്കെ അമേരിക്ക മില്യൺ കണക്കിന് ഡോളറുകൾ ഉപയോഗിച്ചിട്ട് ചെലവാക്കിയിട്ടൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനെ നാസികളൊക്കെ സൈക്കിക് വാർഫെയർ ഉപയോഗിച്ചതായിട്ട് ഹിസ്റ്ററിക്കൽ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആഭിചാര കർമ്മങ്ങൾ, സിഹിർ, ഇങ്ങനെയുള്ള സംഗതികൾ, ഒക്കൾട്ട്, ഇതെല്ലാം
ധാരാളമായിട്ട് സ്പൈ വർക്കുകളിൽ ഉപയോഗപ്പെടുത്തപ്പെടുന്നുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഒക്കൾട്ട് എന്ന് പറഞ്ഞ സംഗതി ലിങ്ക് ആവുന്നത് ലാസ്റ്റ് എവിടേക്കാണ്? ജിന്നുകളെ ലോകത്തേക്കാണ്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ജസ്സാസന്റെ കൃത്യത്തിലേക്കൊക്കെയാണ് സംഗതി ലാസ്റ്റ് എത്തിച്ചേരുന്നത്. അതുകൊണ്ടാണ് ജസ്സാസ എന്ന് പറയുന്ന ഈ പറഞ്ഞ ജിന്നിന് ലോകത്തിലുള്ള സ്പൈ നെറ്റ്വർക്കുമായിട്ടൊക്കെ ബന്ധമുണ്ട് എന്ന് അഹ്ലുൽ കശ്ഫിൽപ്പെട്ടവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഖിളിർ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖിളിർ നബി അലൈഹി ഇസ്ലാം വലിയാണോ അതോ പിന്നെ നബിയാണോ? അതായത് ഖിളിർ അലൈഹിസ്സലാം വലിയാണോ നബിയാണോ? അതാണ് ചോദ്യം വരുന്നത്. കാരണം നബിയാണെന്ന് പറഞ്ഞാൽ നബി ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഖിളിർ അലൈഹിസ്സലാം നബിയാണോ വലിയാണോ എന്നുള്ളതാണ് ചോദ്യം. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഖിളിർ അലൈഹിസ്സലാം നബിയാണ് എന്നുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും വലിയാണ് എന്നുള്ളതാണ് മുഖ്താറായ കൗല്. ഇത് വലിയാണ് എന്നുള്ളത് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ബഹുമാനപ്പെട്ട അഹമ്മദ് തീജാനി റളിയല്ലാഹു അൻഹു തെളിയിക്കുന്നുണ്ട്. ഖുർആൻ വെച്ച് തന്നെ തെളിയിക്കുന്നുണ്ട്. അത് ജവാഹിറുൽ മആനിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതായത് ജവാഹിറുൽ മആനി എന്ന് പറഞ്ഞാൽ അഹമ്മദ് തീജാനി റളിയല്ലാഹു ശിഷ്യനായ അലി ഹറാസിമി തങ്ങൾ ഒരുമിച്ച് കൂട്ടിയ ഈ പറഞ്ഞ അഹമ്മദ് തീജാനി റളിയല്ലാഹു മൽഫൂദാത്തുകളാണ്. അതിൽ ഈ വിഷയങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ വിവരിക്കുന്നുണ്ട്. അതില് മഹാനവകൾ പറയുന്ന പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഖിളിർ അലൈഹി ഇസ്ലാം വലിയാണെന്നുള്ളതിന് വലിയൊരു തെളിവ് എന്താ വെച്ചാൽ, പരിശുദ്ധ ഖുർആനിൽ ഖിളിർ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പറയുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ, ഖിളിർ അലൈഹി ഇസ്ലാം പ്രത്യേകതയായിട്ട് പറഞ്ഞത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായിട്ട് നേർക്ക് നേരെ ഇൽമുകൾ കൊടുക്കുന്നവരാണ് ഖിളിർ അലൈഹി ഇസ്ലാം എന്ന് മഹത്വമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ഇത് നബിയാണ്, അത് ഖിളിർ അലൈഹി ഇസ്ലാം പ്രത്യേകതയായിട്ടാണ് ഖുർആനിൽ പറയുന്നത്. നബിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിപ്പോ പ്രത്യേകം പറയേണ്ട വല്ല ആവശ്യമുണ്ടോ? അത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചോളം പറഞ്ഞ മൂസാ നബി പോലത്തെ പ്രവാചകന്മാരൊക്കെയാണ് അങ്ങോട്ടേക്ക് അയക്കുന്നത് ഖിളിർ അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക്. മൂസാ നബിനെയാണ് അങ്ങോട്ടേക്ക് ഖിളിർ അലൈഹി ഇസ്ലാമിന്റെ അടുത്തേക്ക് അയക്കുന്നത്. അപ്പോ മൂസാ നബിക്ക് അള്ളാഹിന്റെ ഭാഗത്ത് വഹി വരുന്നുണ്ട്, അമ്മക്കൊക്കെ വഹി വരുന്നുണ്ട്. അപ്പൊ ഇത് അള്ളാഹിന്റെ ഭാഗത്ത് പ്രത്യേക ഇൽമ കിട്ടുന്നത് ഒരു പ്രത്യേകത ആയതുകൊണ്ട് ഖിളിർ അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് പറയേണ്ട ആവശ്യം വരുന്നത് നബി ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ നബി അല്ലത് വലിയാണ് എന്നുള്ളതിന്റെ പേരിലാണ് ഇതൊരു പ്രത്യേകത ആയിക്കൊണ്ട് ഖുർആനിൽ എണ്ണി പറഞ്ഞത്. അപ്പൊ ഇത് വലിയാണ് എന്നുള്ളതിനൊരു തെളിവാണ്. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, മൂസാ നബി അലൈഹി സ്വലാം ഖിളിർ അലൈഹി സ്വലാമിനെ കണ്ടുമുട്ടുമ്പോൾ അഹമ്മദ് തീജാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഖിളിർ അലൈഹി സ്വലാം നബിയാണ് എന്നുണ്ടെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാമിനെ തിരിച്ചറിയാതെ പോവുക എന്നുള്ളത് അസംഭവ്യമാണ് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു നബിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ തങ്ങളുടെ ജീവിതകാലത്ത് മറ്റൊരു നബിയെ എത്തിച്ചാലാണ് വിഷയം കേട്ടോ. എത്തിച്ചിട്ടില്ലെങ്കിൽ അത് പ്രശ്നമല്ല. എത്തിച്ചു കഴിഞ്ഞാൽ ഹുജ്ജത്താണ്. എത്തിച്ചു കഴിഞ്ഞാൽ ആ നബിയുടെ നുബൂവത്തിനെ സത്യപ്പെടുത്തൽ എന്തുണ്ട്? ഈ എത്തിച്ച നബിക്ക് ബാധ്യതയാണ്. അപ്പം മൂസാ നബി അലൈഹി സ്വലാം ഖിളിർ അലൈഹി ഇസ്ലാമിനെ കണ്ടുമുട്ടി. ഖിളിർ അലൈഹി നബിയാണെന്നുണ്ടെങ്കിൽ ആ ഖിളിർ അലൈഹി നുബൂവത്തിനെ സത്യപ്പെടുത്തൽ മൂസാ നബിന്റെ മേലെ ഹുജ്ജത്താണ്. അപ്പൊ മൂസാ നബി അലൈഹി ഇസ്ലാം ഖിളിർ അലൈഹി ഇസ്ലാം തിരിച്ചറിയാതെ പോവുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. അപ്പോ ഖിളിർ അലൈഹി ഇസ്ലാം നബിയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സംഭവമൊന്നും പിന്നെ നടക്കൂല. മൂസാ നബി അലൈഹി ഇസ്ലാം ഖിളിർ അലൈഹി ഇസ്ലാം ഇത്തിറാദ് ചെയ്യണ്ടല്ലോ. നബിമാരാണ് ഇത്തിറാദ് ചെയ്യാൻ പാടില്ലല്ലോ. അവർ മഅ്സൂമീങ്ങളല്ലേ. അത് അള്ളാഹിന്റെ കൽപ്പന ചെയ്യാൻ ഇത്തിറാദ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോ ഖിളിർ അലൈഹി ഇസ്ലാം നബിയല്ല വലിയാണ് എന്നുള്ളത് ഇത് തന്നെ വളരെ വ്യക്തമായ തെളിവാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് തീജാനി റളിയല്ലാഹു അൻഹു ജവാഹിറുൽ സമർത്ഥിക്കുന്നതായിട്ട് ജവാഹിറുൽ മആനിയിലൊക്കെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഖിളിർ അലൈഹി ഇസ്ലാം വലിയാണ് എന്നുള്ളതാണ് മുഖ്താറായ കൗല്. പിന്നെ ഖിളിർ അലൈഹി ഇസ്ലാം പല പ്രവർത്തനങ്ങളും ചെയ്യുന്നു, കുട്ടിനെ കൊല്ലുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത് എന്തുണ്ട്? അന്നത്തെ കാലഘട്ടത്തിലുള്ള മൂസാ നബി അലൈഹി ഇസ്ലാം എത്തിക്കാത്തതായിട്ടുള്ള വേറെ ഏതൊരു പ്രവാചകന്റെ ഇതിന് അനുമതി ഈ ഖിളിർ അലൈഹി ഇസ്ലാമൊക്കെ ഉണ്ടായിരുന്നില്ല. അത് പ്രകാരമാണ് ഖിളിർ അലൈഹി ഇസ്ലാം ചെയ്തത് എന്നുള്ളതാണ് അഹമ്മദ് തീജാനി പറയുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അവിടെ വിഷയങ്ങൾ വരുന്നില്ല. ഈ ലോകത്ത് ഇപ്പോൾ മുസ്ലിമീങ്ങൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല അടിച്ചമർത്തലുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഗസയിലടക്കമുള്ള അവസ്ഥ. അപ്പോഴും എന്തുകൊണ്ടാണ് ഈ റിജാലുൽ ഗൈബ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ സഹായം നമുക്ക് കിട്ടാതെ പോകുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ലോകത്ത് ഇപ്പോ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബദർ യുദ്ധ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഇറക്കിക്കൊണ്ട് മുസ്ലിമീങ്ങളെ സഹായിച്ചതായിട്ട് നമുക്ക് നമുക്ക് ഖുർആനിൽ കാണാൻ പറ്റും. അപ്പോ എന്തുകൊണ്ട് എന്നാൽ അതേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന് മുസ്ലിമീങ്ങൾ കഷ്ടപ്പെടുമ്പോൾ മലക്കുകളെ ഇറക്കണില്ല? അല്ലെ മലക്കുകൾ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല?
അവിടെ മനസ്സിലാക്കുന്ന മലക്കുകൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ഇവിടെ ചെയ്യാൻ പറ്റില്ല. അള്ളാന്റെ കൽപ്പന പ്രകാരം ചെയ്യാൻ പറ്റുള്ളൂ. അള്ളാന്റെ കൽപ്പന പ്രകാരം മലക്കള് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കളെ അയക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ചില ഷർത്തുകളുണ്ട്. ഇതേമായി തന്നെയാണ് റിജാൽ ഗൈബിന്റെ വിഷയം. മലക്കളെ സംബന്ധിച്ച് പറഞ്ഞാല് ഈമാനും അമലു സ്വാലിഹാത്തിനും ഉണ്ടായിരിക്കുക, അത് ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കളെ ഇറക്കിയത് സഹായിക്കുക. റിജാൽ ഗൈബിനെ സംബന്ധിച്ചിടത്തോളം റിജാൽ ഗൈബിന്റെ സഹായം നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ 3 കാര്യങ്ങൾ ക്ലിയർ ആവണം. ഒന്നെന്താന്ന് വെച്ചാല് ഈമാൻ ശരിയാവണം, സ്വഹീഹുൽ അക്കീദ, ശരിയായ രീതിയിലുള്ള അക്കീദ, സുന്നത്ത് ജമാഅത്തിന്റെ അക്കീദ വേണം. 2 അമലു സ്വാലിഹാത്ത് വേണം. മൂന്നാമത്തെ സംഗതി, ഇതിന് പുറമെ മൂന്നാമതൊരു കാര്യം കൂടി വരുന്നുണ്ട്. ഔലിയാക്കളായ മഹത്തുക്കളെ ഇത്തിറാദ് ചെയ്യാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കണം വിഷയം. ഔലിയാക്കളെ ഇത്തിറാദ് ചെയ്യാൻ പാടില്ല, അവരെ എതിർക്കാൻ പാടില്ല. എതിർത്ത് കഴിഞ്ഞാൽ റിജാൽ ഗൈബിന് സഹായം നഷ്ടപ്പെട്ടു. അതിന് തെളിവ് വെച്ച ഖിളർ അലൈഹി സ്വലാം സംഭവം തന്നെയാണ്. മൂസാ നബി അലൈഹി സ്വലാം എന്ത് ചെയ്യുന്നുണ്ട്? ഖിളർ അലൈഹി സ്വലാമിനെ ഇത്തിറാദ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ സംഭവിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ മൂസാ നബി അലൈഹി സ്വലാമക്ക്, അതായത് ഹദീസിൽ വന്നിട്ടുണ്ട്, മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹ് കരുണ ചെയ്യട്ടെ എന്നാ പറഞ്ഞത്. കാരണം മൂസാ നബി അലൈഹി സ്വലാം ക്ഷമ പാലിച്ചിരുന്നതിന് പിന്നെയും പല കാര്യങ്ങളും മൂസാ നബിക്ക് അറിയാൻ പറ്റുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ട്? റിജാൽ ഗൈബിന്റെ സഹായം അവിടെ നഷ്ടപ്പെട്ടു. മൂസാ നബി ശരിക്കും അവിടെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. കാരണം മൂസാ നബിയെ സംബന്ധിച്ചോളം മൂസാ നബി ചെയ്ത് മൂസാ നബിയുടെ ഹക്കിൽ ശരിയാണ്. കാരണം മറ്റൊരു പ്രവാചകൻ ഇതിനോട് കൂടിയിട്ടാണ് കുട്ടിനെ കൊല്ലല് പോലുള്ള കാര്യങ്ങൾ ചെയ്യണത് എന്നുള്ളത് മൂസാ നബിയെ സംബന്ധിച്ച് മൂസാ നബിക്ക് അറിയില്ല. അപ്പൊ മൂസാ നബിന്റെ ഹക്കിന് എന്തുണ്ട്? അത് തെറ്റായ ഒരു കാര്യം നടന്നതിന്റെ പേരിലാണ് ഖിളർ അലൈഹി ഇസ്ലാമിനെ എന്ത് ചെയ്ത് എതിർത്ത. മൂസാ നബി ചെയ്ത മൂസാ നബിന്റെ ഹക്കിൽ ശരിയാണ്. പക്ഷെ അവിടെ താക്കീത് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ സഹായം നഷ്ടം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ ഉത്തമവും ശ്രേഷ്ഠവുമായ പ്രവർത്തനം മൂസാ നബി ചെയ്യേണ്ടിയിരുന്നത് എന്താ വെച്ചാൽ മൂസാ നബി ക്ഷമ പാലിക്കലായിരുന്നു. ഖിളർ അലൈഹി ഇസ്ലാമിന്റെ വിശദീകരണത്തിന് കാത്തു നിൽക്കേണ്ടിയിരുന്നു. അതായത് ഇതിനേക്കാൾ മഹത്വമായ കാര്യം. അപ്പം കൂടുതൽ മഹത്വമുള്ള കാര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് താരതമ്യേന മഹത്വം കുറഞ്ഞ പ്രവർത്തനം ചെയ്തതിന്റെ പേരിലാണ് മൂസാ നബിക്ക് എന്ത് ചെയ്തത്? അവിടെ സഹായം നഷ്ടപ്പെട്ടത്. അപ്പൊ അവിടെ ശരിക്കും മൂസാ നബി തെറ്റ് ചെയ്തു. പക്ഷെ എന്തുണ്ടായി? ഔലിയാക്കൾ അവസ്ഥകളെ ഇത്റാവ് ചെയ്തു എന്നുള്ള ഒരു സംഗതിയാണ് മൂസാ നബി ചെയ്തത്. അപ്പോഴേക്കും തന്നെ അവിടെ സഹായം നഷ്ടപ്പെട്ടു. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം വെച്ചാൽ റിജാൽ ഗൈബിന്റെ മദത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഔലിയാക്കൾ വിശ്വസിക്കുന്നവരാവണം, അവരെ കറാമത്തുകൾ അംഗീകരിക്കുന്നവരാവണം, അവരുടെ അവസ്ഥകൾ അംഗീകരിക്കുന്നവരാവണം. അവർക്കാണ് റിജാൽ ഗൈബിന്റെ മദത് കിട്ടുള്ളൂ. അതിനെ നിഷേധിക്കുന്നവർക്ക് മദത് കിട്ടൂല. അപ്പൊ നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യത്തേക്ക് നമ്മൾ തിരിച്ചു വരാം. ഇവിടെ നിങ്ങൾ പറഞ്ഞ ലോകത്ത് മുസ്ലിമീങ്ങൾ പലതരത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. റിജാൽ ഗൈബ് എന്താ ഇടപെടാത്തത്? അതിനുള്ള ചുരുക്കമായ മറുപടി എന്താ വെച്ചാൽ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് വഹാബിസമാണ്. കാരണം വഹാബിസം ലോകത്തുനിന്ന് വ്യാപിച്ചത് തന്നെ റിജാൽ ഗൈബിന് സഹായം നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. കാരണം എന്താ വെച്ചാൽ റിജാൽ ഗൈബിന് സഹായം കിട്ടണമെങ്കിൽ അതിന്റെ ഒരു അപ്പൊ ഇത് കാരണമാണ് ഇന്ന് പല പ്രശ്നങ്ങളിലും റിജാൽ ഗൈബിന്റെ മദതുകൾ ലോകത്ത് കിട്ടാത്തതിനുള്ള പ്രധാന കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇൻഷാ അല്ലാ നമുക്ക് ബാക്കി ക്വസ്റ്റ്യനുകളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ ബാക്കി ക്വസ്റ്റ്യനുകളുമായിട്ട് നമുക്ക് ഇരിക്കാൻ തോന്നണു ഇൻഷാ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മളിപ്പോ നടത്തിയ ചർച്ചകളും ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിലപ്പെട്ട തെളിവുകളും രേഖകളൊക്കെ നമ്മൾ ഈ വീഡിയോ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഇനിയും തുടർന്ന് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണുമ്പോൾ ഇതിൽ കൂടുതൽ തെളിവുകൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ തൽക്കാലം നമ്മൾ സൈൻ ഓഫ് ചെയ്യാണ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പോൾ ഇനി പറയാനുള്ള വിഷയം, ഓഡിയൻസിനോട് പറയാനുള്ള കാര്യം, നമ്മൾ ഇതുവരെ ഈ വിനീതനെ ബഹുമാനപ്പെട്ട സ്വലാഹുദ്ദീൻ യമാനി ഉസ്താദുമായിട്ട് നമ്മൾ ചില ചർച്ചകൾ നടത്തി. യമാനി ഉസ്താദ് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു, ഈ വിനീതനെ മറുപടി പറഞ്ഞു. അങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂ ചർച്ചയായിരുന്നു നമ്മൾ നടന്നത്. ഇനി നമ്മൾ ഈ ചർച്ചയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്ത വിഷയത്തിൻ്റെ വിശദമായിട്ടുള്ള തെളിവുകളും അതിൻ്റെ ചില വിവരങ്ങളുമാണ് നമ്മൾ തുടർന്ന് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുകളിലുള്ള പോഡ്കാസ്റ്റ് ചർച്ചയിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം ദജ്ജാലിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദജ്ജാലിൻ്റെ പേര് അബൂ യൂസുഫാണ് എന്ന് നമ്മൾ പറഞ്ഞതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ദജ്ജാലിനെ കുറിച്ച് 4 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊരു അഭിപ്രായം എന്താ വെച്ചാൽ അബ്ദുള്ള സിറാജുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ദജ്ജാൽ എന്ന് പറയുന്നത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് ദജ്ജാൽ എന്നുള്ളത് സാമിരിയാണ് എന്നുള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. പിന്നെ മൂന്നാമതൊരു അഭിപ്രായം ഉള്ളത് ദജ്ജാൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ നമ്മളിവിടെ പോസ്റ്റ് ചെയ്യാം. ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കിതാബാണ് അൽ ഇഷാറ ലി അഷ്റാത്തി സാ എന്ന് പറയുന്ന കിതാബ്. ഇത് എഴുതിയിട്ടുള്ളത് അല്ലാമ ബർസഞ്ചി എന്ന് പറയും, വലിയ പണ്ഡിതനാണ് അദ്ദേഹം. അതായത് അദ്ദേഹത്തിൻ്റെ പേര് അസയ്യിദ് അഷരീഫ് മുഹമ്മദ് ബിൻ റസൂൽ ഹുസൈനി അൽ ബർസഞ്ചി.
അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ വലിയ പണ്ഡിതനാണ് അദ്ദേഹമാണ് ഈ പറഞ്ഞ കിതാബ് അലിഷാ എന്ന് പറയുന്ന ഈ കിതാബ് എഴുതിയത്. ഖിയാമത്ത് അടയാളത്തിനെ പറ്റിയിട്ട് തന്നെ എഴുതപ്പെട്ടിട്ടുള്ള കിതാബാണ്. വളരെ ലോകപ്രശസ്തമായിട്ടുള്ള കിതാബാണ്. അപ്പോൾ ആ കിതാബിലാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രവാദിയായിരുന്നു ദജ്ജാൽ എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ദജ്ജാലിനെ പറ്റിയുള്ള ആ അഭിപ്രായം ഈ കിതാബിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഇബാറത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഇതാണ് പ്രസക്തമായിട്ട് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ഇബാറത്ത്. ആ ഇബാറത്തിൽ പറയുന്ന പ്രസക്തമായിട്ടുള്ള വിഷയം എന്താ വെച്ചാൽ ഷക്കുൽ കാഹിൻ എന്ന് പറയുന്ന ഒരാൾ, കാഹിൻ എന്ന് പറഞ്ഞാൽ ജ്യോത്സ്യൻ എന്നാണ് അർത്ഥം. അപ്പോൾ ഷക്ക് എന്നാണ് ഇയാളുടെ പേരായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അയാളാണ് ദജ്ജാലിൻ്റെ പിതാവ് എന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല ഷക്ക് എന്നുള്ളത് ദജ്ജാലിൻ്റെ തന്നെ സ്വന്തം പേരാണ് എന്നും അഭിപ്രായമുണ്ട് എന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ദജ്ജാലിൻ്റെ പിതാവ് ഒരു ജ്യോത്സ്യനാണ് എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് ഈ ഇബാറത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ചരിത്രം വേണം എന്താ വെച്ചാൽ ദജ്ജാലിൻ്റെ പിതാവ്, ഈ പിതാവിന് ഒരു ജിന്നിയയുമായിട്ട് ബന്ധമുണ്ടായിട്ടുള്ളതാണ്. ജിന്നിയ എന്ന് പറഞ്ഞാൽ ജിന്ന് വർഗ്ഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ. അപ്പോൾ ജിന്ന് വർഗ്ഗത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് ദജ്ജാലിൻ്റെ പിതാവിനോട് ഇഷ്ക് വന്നു എന്നാണ് ഇവിടെ ചരിത്രം പറയുന്നത്. അങ്ങനെ പ്രണയത്തിലായി, അങ്ങനെ ഇവർക്ക് രണ്ടാൾക്കും ഉണ്ടായ കുട്ടിയാണ് ദജ്ജാൽ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ദജ്ജാൽ എന്ന് പറയുന്നത് ആരാണ് ശരിക്ക്? സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രവാദിയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ഷെയ്ത്താന്മാർ ദജ്ജാലിനെ കൊണ്ട് പല അത്ഭുതങ്ങളും പ്രവർത്തിപ്പിച്ചു. ആരെ കാലഘട്ടത്തിൽ? സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ ബന്ധനത്തിലാക്കി. അതാണ് ഈ പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്ന ദജ്ജാലിൻ്റെ ഉത്ഭവമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവം. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കാലഘട്ടത്തിൽ വ്യാപകമായി നിലനിന്നിരുന്ന ഫിത്നയായിരുന്നു സിഹർ എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ നടന്ന സംഭവം എന്താ വെച്ചാൽ ഷെയ്ത്താന്മാർ ജനങ്ങൾക്ക് ആഭിചാര മന്ത്രജപങ്ങൾ ചൊല്ലിക്കൊടുത്തിരുന്നു. അങ്ങനെ ജനങ്ങൾ അത് പുസ്തകങ്ങളിൽ റെക്കോർഡ് ചെയ്തിരുന്നു. അങ്ങനെ മന്ത്രവാദത്തിൻ്റെ പുസ്തകങ്ങൾ അവർ എഴുതിയുണ്ടാക്കി. എന്നിട്ട് ഷെയ്ത്താന്മാർ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ പറ്റി കളവ് പ്രചരിപ്പിച്ചതായിട്ട് ഖുർആനിൽ പറയുന്നുണ്ട്. എന്താണ് കളവ്? ഈ പറയുന്ന ആഭിചാര മന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം രാജാധിപത്യം ഉണ്ടായത് എന്നുള്ള രീതിയിൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് ഷെയ്ത്താന്മാർ കളവ് പ്രചരിപ്പിച്ചു. അപ്പോൾ അത് പരിശുദ്ധ ഖുർആനിൽ ആ ഷെയ്ത്താന്മാർ ഈ കളവ് പ്രചരിപ്പിച്ചതിനെ പറ്റി സൂറത്തുൽ ബഖറയിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ നിന്നിരുന്ന വലിയൊരു ഫിത്നയായിരുന്നു ഈ പറയുന്ന സിഹർ. അന്ന് പ്രചരിച്ച ഈ സിഹറിൻ്റെ പേരാണ് കബാല എന്ന് പറയുന്നത്. ജൂതന്മാർ അന്ന് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു സിഹറിൻ്റെ രൂപമാണ് കബാല. ഈ പറയുന്ന കബാല എന്ന് പറയുന്ന സിഹർ പിന്നീട് നൂറ്റാണ്ടുകളോളം തുടർന്ന് വന്ന് പിന്നീട് ഈ യൂറോപ്പിലേക്ക് കടന്നു വരികയും യൂറോപ്പിൽ മന്ത്രവാദത്തിന് ഗ്രന്ഥങ്ങൾ എഴുതപ്പെടുകയും ആ മന്ത്രവാദത്തിന് ഗ്രന്ഥങ്ങൾ യൂറോപ്പിലെ എലീറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ, അതായത് സമൂഹത്തിലെ ഉന്നതസ്ഥാനീയരായ ആളുകൾ പ്രചരിക്കുകയും ഇന്നും ആഭിചാര കർമ്മങ്ങളും മറ്റൊക്കെ യൂറോപ്പിൽ വ്യാപകമായി നടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം അതാണ്. അപ്പോൾ ഈ കബാല എന്ന് പറഞ്ഞ സംഭവത്തിൽ ഉത്ഭവം അങ്ങനെയാണ്. അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് ദജ്ജാൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന പരിപാടി കബാല മാജിക്കിൻ്റെ രൂപങ്ങളായിരുന്നു എന്നുള്ളതാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന വിഷയം. അങ്ങനെ സുലൈമാൻ നബി അലൈഹി സ്വലാം ദജ്ജാലിനെ ബന്ധനസ്ഥനാക്കി എന്നുള്ളതാണ് ചരിത്രം. ഈ പറയുന്ന മന്ത്രവാദത്തിൻ്റെ സംഗതികൾ തന്നെ അറബികളിലും പ്രചരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ അറബികൾ പ്രചരിച്ച ഈ മന്ത്രവാദ രൂപത്തിൽ ഒന്നാണ് ഒയ്ജ ബോർഡ് എന്ന് പറയുന്ന സംഗതി. നമ്മുടെ നാട്ടിലൊക്കെ ആളുകൾക്ക് അറിയുന്ന ഒരു സംഗതിയാണ് ഒയ്ജ ബോർഡ്. ഈ ഒയ്ജ ബോർഡിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്, ഒയ്ജ എന്ന് പറയുന്നത് സത്യത്തിൽ ബുജ്ദ എന്നുള്ള വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ബുജ്ദ എന്ന് പറയുന്നത് മൊറോക്കോയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിന് ചരിത്രം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ബുജ്ദ എന്ന സ്ഥലത്തേക്ക് ഒരു അമേരിക്കൻ സഞ്ചാരി ഒരിക്കൽ വന്നെത്തിയതാണ്. അങ്ങനെ അവിടെയുള്ള ആളുകൾ ഈ പറഞ്ഞ പരിപാടി, ഈ പറഞ്ഞ ബോർഡ് വെച്ചിട്ടുള്ള പണി ചെയ്യുന്നതായിട്ട് കണ്ടപ്പോൾ മൂപ്പർക്ക് ഇത് നല്ലൊരു ആശയമായിട്ട് തോന്നി. അങ്ങനെ മൂപ്പത്തിനെ കമേഴ്ഷ്യലൈസ് ചെയ്തുകൊണ്ട് അമേരിക്കയിൽ പ്രചരിച്ചു. അങ്ങനെയാണ് ഒയ്ജ ബോർഡ് എന്നുള്ള പരിപാടി വന്നത്. ഒയ്ജ ബോർഡ് എന്ന് പറയുന്ന സത്യം സിഹറാണ്. ഇതൊക്കെ ഞാൻ സാന്ദർഭികമായിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ചതാണ്. തമീമുദ്ദാരിയും സംഘവും ദജ്ജാലിനെ കാണുന്നത് ഒരു ദ്വീപിൽ വെച്ചാണ്. അപ്പോൾ ആ ദ്വീപിൽ ദജ്ജാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഹദീസ് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഹദീസാണ്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ദ്വീപിൽ ബന്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിലും ദജ്ജാലിന് അതിന് മുമ്പ് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതിന് മുമ്പ് ഈ ബന്ധിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു സാധാരണ മനുഷ്യനെ പോലെ, ദജ്ജാൽ പറഞ്ഞ സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല, എന്നല്ല മനുഷ്യനാണ് എന്നുള്ളത് പോലും നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു സാധാരണ മനുഷ്യന് സമാനമായിട്ടുള്ള ഒരു ജീവിതം ദജ്ജാൽ നയിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു ഘട്ടം ദജ്ജാലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഹദീസുണ്ട്. ആ ഹദീസാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്താ ഇവിടെ പറയുന്നത്? ഇത് തൊബറാനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അതിൽ പറയുന്ന വിഷയം എന്താ വെച്ചാൽ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലഖദ് അകല ദജ്ജാൽ ത്വാം വമശാ ഫിൽ അസ്വാഖ്. ഇവിടെ പറയുന്ന വിഷയം എന്താ വെച്ചാൽ ദജ്ജാൽ ഭക്ഷണം കഴിക്കുകയും അങ്ങാടിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ പറയുന്ന വിഷയം. അപ്പോൾ ദജ്ജാൽ എന്ന് പറയുന്നത് ബന്ധിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു സാധാരണ മനുഷ്യനെ സമാനമായിട്ടുള്ള ജീവിതം നയിച്ച ഒരു ഘട്ടം ദജ്ജാൽ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ അങ്ങാടിയിലൂടെ സഞ്ചരിച്ചിരുന്നു, ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു, അങ്ങനെ നടന്നിരുന്ന ഒരു കാലഘട്ടം ദജ്ജാൽ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്നുണ്ട്. പിന്നീടാണ് ദജ്ജാൽ ബന്ധിക്കപ്പെടുന്നത്. ആ ബന്ധിക്കപ്പെട്ട ദജ്ജാലിനെയാണ് തമീമുദ്ദാരിയും സംഘവും പോയിട്ട് കാണുന്നതും. അപ്പം അത് എന്തുകൊണ്ടാണ് ബന്ധിക്കപ്പെട്ടത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതൊക്കെ അള്ളാഹു ആലം, നമുക്കതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയില്ല. നമ്മുടെ പോഡ്കാസ്റ്റിൻ്റെ സമയത്ത് നമ്മൾ ചർച്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് കോൺസ്റ്റാന്റിനോപ്പിളിനെ സംബന്ധിച്ച്. കോൺസ്റ്റാന്റിനോപ്പിൾ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കീഴടക്കുന്നതോടുകൂടി തന്നെ അധികം വൈകാതെ തന്നെ ദജ്ജാൽ രംഗപ്രവേശം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാണ്ട് ഈ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ദജ്ജാലിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ ബൈത്തുൽ മുഖദ്ദിസ് കേന്ദ്രമാക്കിക്കൊണ്ട് ലോകം ഭരിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ ദജ്ജാലിൻ്റെ മാസ്റ്റർ പ്ലാൻ. അപ്പോൾ ഈ മാസ്റ്റർ പ്ലാൻ ഇവിടെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇസ്ലാമിക ഭരണകൂടം ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്.
പ്രത്യേകിച്ചും കോൺസ്റ്റാന്റിനോപ്പിൾ കേന്ദ്രമാക്കിക്കൊണ്ട് ഒരു ഓട്ടോമൻ ഖിലാഫത്ത് ഇവിടെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉസ്മാനിയ ഖിലാഫത്ത് ഇവിടെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദജ്ജാലിൻ്റെ ഉദ്ദേശം നടക്കാൻ പോലില്ല. അപ്പോൾ ദജ്ജാലിൻ്റെ ഉദ്ദേശം നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉസ്മാനിയ ഖിലാഫത്തിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ, അതായത് അവസാനത്തെ ഉസ്മാനിയ ഭരണാധികാരി എന്ന് പറയാം, ശരിക്കുള്ള അധികാരമുള്ള ഭരണാധികാരി എന്ന് പറയുന്നത് മഹാനരായിട്ടുള്ള അബ്ദുൽ ഹമീദ് സാനി റഹ്മത്തുള്ളാഹിയാണ്. ഈ അബ്ദുൽ ഹമീദ് സാനി റഹ്മത്തുള്ളാഹിൻ്റെ കാലഘട്ടത്തിലുള്ള ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിളാണ്. ഈ കോൺസ്റ്റാന്റിനോപ്പിൾ നിന്നാണ് സത്യത്തിൽ ഖിലാഫത്തിനെ താഴെ ഇറക്കപ്പെടുന്നത്. അപ്പോൾ ഇതിന് ചരിത്രം വളരെയധികം ചിന്തിക്കാനുള്ള ചരിത്രമാണ്. അതായത് മഹാനരായ അബ്ദുൽ ഹമീദ് സാനി റഹ്മത്തുള്ളാഹി മഹാനവറുകളുടെ ചരിത്രം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഭരണത്തിലായിരുന്ന സമയത്താണ് തിയോഡോർ ഹെർഷൽ എന്ന് പറയുന്ന സിയോണിസ്റ്റിൻ്റെ സ്ഥാപക നേതാവ് ഖലീഫയെ കാണാൻ വേണ്ടി പോകുന്നത്. വലിയ ചരിത്രമാണത്. അങ്ങനെ തിയോഡോർ ഹെർഷൽ എന്തെല്ലാം വാഗ്ദാനം ചെയ്തു എന്ന് വെച്ചാൽ, തൻ്റെ കീഴിൽ ജൂതന്മാരായ പണക്കാരുണ്ട്, ആ പണക്കാരുടെ കയ്യിൽ ധാരാളം ധനമുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ ജൂതരാഷ്ട്രം, ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ ഭാഗം ജൂതന്മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവൻ യൂറോപ്പുമായിട്ടുള്ള കടങ്ങൾ വീഴാനുള്ള പൈസ ഞങ്ങൾ തരാം എന്ന് വരെ തിയോഡോർ ഹെർഷൽ വാഗ്ദാനം ചെയ്തു എന്നാണ് ചരിത്രം. പക്ഷെ അതെല്ലാം ആദർശധീരനായ ഭരണാധികാരി അബ്ദുൽ ഹമീദ് സാനി റഹ്മത്തുള്ളാഹി എന്ത് ചെയ്തു? തട്ടിമാറ്റി. അതൊന്നും സ്വീകരിക്കാൻ തയ്യാറായില്ല. അത് എന്നിട്ട് തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അങ്ങനെ ഇവിടെ ജൂതരാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അബ്ദുൽ ഹമീദ് സാനി റഹ്മത്തുള്ളാഹി താഴെ ഇറക്കേണ്ടത് ആവശ്യമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ സാമ്രാജ്യത്വ ശക്തികൾ എന്ത് ചെയ്തു? ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉണ്ട്, മാത്രമല്ല വഹാബികൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്, അതേമാതിരി തന്നെ ഈ പറഞ്ഞ ഇസ്രായേലിൻ്റെ ഈ സിയോണിസ്റ്റുകളുടെ പ്ലാനിങ് ഉണ്ട്. അതോട് കൂടിയിട്ട് ഈ പറഞ്ഞ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ശേഷം തുർക്കി ഖിലാഫത്ത് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്മാൻഡിൽ ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അബ്ദുൽ ഹമീദ് സാനി റഹ്മത്തുള്ളാഹിനെ സ്ഥാനപുഷ്ടനാക്കി. പിന്നെ വന്ന ഭരണാധികാരികൾ തന്നെ നാമമാത്ര ഭരണാധികാരികളായിരുന്നു. അങ്ങനെ അവർക്ക് പവറൊന്നുമില്ലായിരുന്നു. അവരുടെ പവർ കംപ്ലീറ്റ് പാർലമെൻറ്റിനായിരുന്നു. അങ്ങനെയാണ് അത് പോയിരുന്നത്. പിന്നീട് 1920-കളിൽ മുസ്തഫ കമാൽ അതാതുർക്ക് അവർ വന്നുകൊണ്ട് കീഴടക്കുകയും അവിടെ പിന്നെ സെക്യൂലർ രാഷ്ട്രമായിട്ട് മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കാണുന്ന പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്, പോർട്രേറ്റ് എന്ന് പറയുന്നത് 1899 എടുത്തിട്ടുള്ള പോർട്രേറ്റാണ്. ഇത് അബ്ദുൽ ഹമീദ് സാനി റഹ്മത്തുള്ളാഹിൻ്റെ പോർട്രേറ്റാണ്. ഇനി നമ്മളിവിടെ ഒരു വീഡിയോ കാണിക്കാൻ പോകാം. ആ വീഡിയോ ഒരു അപൂർവമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ മഹാനരായ അബ്ദുൽ ഹമീദ് സാനി റഹ്മത്തുള്ളാഹിനെ കാണാൻ വേണ്ടിയിട്ട് തിയോഡോർ ഹെർഷൽ എന്ന് പറയുന്ന സിയോണിസത്തിൻ്റെ നേതാവ് വരികയും അവരുമായിട്ട് ഈ പറഞ്ഞ ഇസ്രായേൽ രാഷ്ട്രം ജൂതന്മാർക്ക് വിട്ടിട്ടണം എന്നുള്ള ഡിമാൻഡ് വെക്കുകയും ചെയ്യുന്ന അപൂർവമായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇപ്പം ഇവിടെ കാണിക്കാൻ പോവുകയാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഓട്ടോമൻ ഖിലാഫത്ത് നശിപ്പിക്കുക എന്നുള്ളത് ദജ്ജാലിൻ്റെ വളരെ ഗ്രാൻഡ് പ്ലാനിൽപ്പെട്ട കാര്യമാണ്. കാരണം ഓട്ടോമൻ ഖിലാഫത്ത് ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മുസ്ലിമീങ്ങൾക്കുള്ള ഒരു കോമൺ നേതൃത്വമാണ്, ഒരു ഇസ്ലാമിക ഭരണം ലോകത്ത് നിലനിൽക്കുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു സംഗതി നിലനിന്ന് കഴിഞ്ഞാൽ പിന്നെ ദജ്ജാലിന് എങ്ങനെ വേൾഡ് ഡോമിനേഷൻ സാധിക്കും? അത് സംഭവിക്കാനുള്ള കാര്യമില്ലല്ലോ. അപ്പോൾ ഓട്ടോമൻ ഖിലാഫത്തിനെ താഴെ ഇറക്കുക എന്നുള്ളത് ദജ്ജാലിന് ഇവിടെ വെളിപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു മുൻകരുതലാണ്, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഓട്ടോമൻ ഖിലാഫത്ത് കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്നും ഖിലാഫത്തിനെ താഴെ ഇറക്കി എന്നുള്ളത്, അല്ലെങ്കിൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ പതനം എന്ന് പറയുന്നത് ദജ്ജാലിൻ്റെ മാസ്റ്റർ പ്ലാനിലുള്ള വലിയൊരു നാഴികക്കല്ലായിരുന്നു സത്യത്തിൽ. അങ്ങനെ കാര്യങ്ങളെല്ലാം തനിക്ക് അനുകൂലമാക്കി ദജ്ജാൽ മാറ്റിയെടുത്ത് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ഈ പ്ലാനും പൊളിക്കുന്നത്. ഏതൊരു സ്ഥലത്ത് നിന്നാണോ ഖിലാഫത്തിനെ താഴെ ഇറക്കിയത് അതേ സ്ഥലത്ത് തന്നെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ഖിലാഫത്ത് പുനഃസ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കപ്പെടുന്നതോട് കൂടിയിട്ട് കോൺസ്റ്റാന്റ് ജയിച്ചടക്കിക്കൊണ്ട് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സംഗതി ദജ്ജാലിനെ പ്രകോപിപ്പിക്കുന്ന ഒരു വിഷയമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ.
കാരണം ദജ്ജാൽ ഇത്രയും കൂടുതൽ കോപം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ പെട്ടാണെന്ന് പ്രത്യേകിച്ച് നമ്മൾ പറയുന്നത്. ദജ്ജാൽ കോപം ഉണ്ടാകുമ്പോഴാണ് ദജ്ജാൽ വെളിപ്പെടുക എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കപ്പെടാൻ എന്ന് പറഞ്ഞാൽ ദജ്ജാൽ പ്രകോപിക്കുന്ന ഒരു കാര്യമായിരിക്കും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത് കീഴടക്കി കഴിയുമ്പോൾ തന്നെ ദജ്ജാൽ എന്ത് ചെയ്യും, എത്രയും പെട്ടെന്ന് തന്നെ രംഗപ്രവേശനം ചെയ്യുന്നതാണ്. അപ്പോൾ ഹദീസിൽ വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മൽഹമത്തുൽ കുബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാം മഹ്ദി റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടക്കുന്ന ഘോരമായ യുദ്ധമാണ്. അതുപോലെ തന്നെ അതിനുശേഷം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കൽ, പിന്നെ ദജ്ജാലിന്റെ ഖുറൂജ്, ഈ 3 കാര്യങ്ങളും 7 മാസത്തിൻ്റെ ഉള്ളിൽ സംഭവിക്കും എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. 7 മാസത്തിനുള്ളിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതേമാതിരി മറ്റൊരു ഹദീസിൽ പറയുന്നുണ്ട്, അതായത് 2 പട്ടണങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെടുന്നുണ്ട്. ഒന്ന് കോൺസ്റ്റാന്റിനോപ്പിൾ, മറ്റൊന്ന് മദീനത്തു റൂം എന്ന വത്തിക്കാൻ. ഇതിൽ ഏതാണ് ആദ്യം കീഴടക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് മദീനത്തു ഹിർക്കലിന്റെ പട്ടണം അഥവാ കോൺസ്റ്റാന്റിനോപ്പിളാണ് ആദ്യം കീഴടക്കപ്പെടുക എന്ന് ഹദീസിൽ വളരെ വ്യക്തമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കപ്പെട്ടതിന് ശേഷമാണ് പിന്നെ വത്തിക്കാൻ കീഴടക്കുക. അപ്പോൾ നമ്മുടെ ചർച്ചയിൽ നമ്മളിപ്പോൾ കൊണ്ടുവന്ന വിഷയം ദജ്ജാലിനെ പ്രകോപനം ഉണ്ടാക്കുന്ന 3 സംഭവങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ആദ്യം പറഞ്ഞ സംഭവം ബൈത്തുൽ മുഖദ്ദിസിലെ ഖിലാഫത്ത് ഇറങ്ങുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്ന് പറയുന്നത് കോൺസ്റ്റാന്റിനോപ്പിൾ മഹ്ദി ഇമാം കീഴടക്കൽ. അത് കഴിഞ്ഞ ശേഷം സംഭവിക്കുന്ന ഒരു കാര്യവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വത്തിക്കാൻ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു കീഴടക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ഇതും ദജ്ജാലിന് കോപമുണ്ടാക്കുന്ന കാര്യമാണ്. അതിനുള്ള കാരണവും ഞാൻ പറഞ്ഞു. എന്താ വെച്ചാൽ ഈ വത്തിക്കാനിൽ നിന്നും ഒറിജിനൽ ഇഞ്ചീൽ മഹ്ദി റളിയല്ലാഹു അൻഹു പുറത്തു കൊണ്ടുവരികയും ഈസാ നബി അലൈഹി സ്വലാമിൻ്റെ യാഥാർത്ഥ്യം ലോകത്തിന് മുമ്പിൽ തെളിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. അപ്പോൾ ഇത് ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം ദജ്ജാലിൻ്റെ ഗ്രാൻഡ് പ്ലാനിന് ഏറ്റവും കൂടുതൽ അടിവരുന്ന ഒരു പ്രവർത്തനമാണ് അവിടെ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു ചെയ്യുന്നത്. ഇതും ദജ്ജാലിനെ പ്രകോപിപ്പിക്കുന്ന വിഷയമാണ്. അതുപോലെ തന്നെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഈ പറയുന്ന വത്തിക്കാൻ എന്ന് പറയുന്നത് വളരെ മർമ്മപ്രധാനമായ സ്ഥലം എന്നുള്ളതാണ്. അവിടെ ഈ പറഞ്ഞ ഇഞ്ചീൽ എടുക്കുക എന്നുള്ള വിഷയം മാത്രമല്ല, വത്തിക്കാൻ എന്ന് പറയുന്ന സിറ്റിക്ക് ചില പ്രത്യേകതകളുണ്ട്. വത്തിക്കാൻ എന്ന് പറയുന്നത് രഹസ്യങ്ങളുടെ കലവറയാണ്. വത്തിക്കാൻ ആർക്കൈവ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ച് കുറച്ച് വിശദീകരണങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്കിതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാവുക. ഈ ഫോട്ടോയിൽ കാണുന്നതാണ് വത്തിക്കാൻ ആർക്കൈവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ സംസാരിച്ച വിഷയം. അപ്പോൾ ഈ വത്തിക്കാൻ ആർക്കൈവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വത്തിക്കാൻ സിറ്റിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഉള്ള ഒരു നിലവറയാണ് വത്തിക്കാൻ ആർക്കൈവ്. അതിൽ ധാരാളം ഷെൽഫുകളാണുള്ളത്. ഷെൽഫുകളിൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഷെൽഫുകളിലുള്ള ഡോക്യുമെൻറ്റ്സും ഈ ഷെൽഫ് എന്ന് പറഞ്ഞാൽ വളരെ ബൃഹത്താണെന്നുള്ളതാണ്. എത്രത്തോളം ബൃഹത്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഷെൽഫുകളെല്ലാം നമ്മൾ നിരനിരയായിട്ട് അടുക്കി വെക്കുകയാണെങ്കിൽ 53 മൈൽ സ്ട്രെച്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. 53 മൈൽ എന്ന് പറഞ്ഞാൽ 85.3 കിലോമീറ്റർ. അത്രയും നീളത്തിൽ നമുക്ക് ഈ ഷെൽഫുകളെ അടുക്കി വെക്കാൻ സാധിക്കും. അത്രയും കൂടുതൽ ഷെൽഫുകളുള്ള വളരെ ബൃഹത്തായ വളരെ വോളുമിനൈസ് ആയിട്ടുള്ള ഒരു നിലവറയാണ് വത്തിക്കാൻ ആർക്കൈവ് എന്ന പേരിൽ അണ്ടർഗ്രൗണ്ടിലുള്ള വത്തിക്കാൻ അണ്ടർഗ്രൗണ്ടിലുള്ള നിലവറയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ ഈ നിലവറയിൽ ഫുള്ള് രഹസ്യമായിട്ടാണ് നൂറ്റാണ്ടുകളോളം നിലനിന്നിട്ടുള്ളത്. 1200 വർഷത്തോളമുള്ള പല തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ്, പല രഹസ്യ ഡോക്യുമെൻറ്റ്സ് സൂക്ഷിച്ചിട്ടുള്ള നിലവറയാണ് ഈ പറഞ്ഞ വത്തിക്കാൻ ആർക്കൈവ്സ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ വത്തിക്കാൻ ആർക്കൈവ്സിലേക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഈ ചർച്ചുമായി ബന്ധമുള്ള പ്രത്യേക ആളുകൾക്ക് മാത്രമേ ആക്സസ് ഉള്ളായിരുന്നു. ഈ അടുത്ത കാലഘട്ടത്തിൽ ചർച്ചിന് പുറത്തുള്ളവർക്കും ഉള്ളിലേക്ക് കയറാം, ഇതിൽ കാര്യങ്ങൾ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാം എന്നൊക്കെ അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിനും അവർ ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കതിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം, മറ്റൊന്ന് ഏതെങ്കിലും പ്രൊഫസറോ മറ്റോ നമ്മൾ റെഫർ ചെയ്യണം. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ഡോക്യുമെൻ്റാണ് വേണ്ടത്, നമ്മളെ പർപ്പസ് എന്ന് വ്യക്തമായിട്ട് അവരുടെ ഫില്ലിംഗ് ഫോം ഉണ്ട്, അത് രേഖപ്പെടുത്തണം. ഇതെല്ലാം നോക്കിയിട്ട് അവർ സ്വീകരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഉദ്ദേശ ഡോക്യുമെന്റ് പരിശോധന വിധിയാക്കാൻ പറ്റും. പലപ്പോഴും തള്ളിപ്പോയാൽ ഈ പറഞ്ഞ അവരുടെ വെബ്സൈറ്റിൽ നിന്നും നമ്മളിതിൻ്റെ റിക്വസ്റ്റ് ഫോം സ്വീകരിച്ചിട്ട് നമുക്ക് അവർ റിക്വസ്റ്റ് കൊടുത്താൽ തള്ളിപ്പോയാൽ എന്ന ഒരു സാഹചര്യം ഉണ്ട്. ആർക്കെങ്കിലും ഭാഗ്യം കൊണ്ട് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ രീതിയിൽ കിട്ടും. അപ്പം ഇന്നും പബ്ലിക്കിന് വൈഡായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കുള്ള ആക്സസ് ഡിനൈ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് രഹസ്യരേഖകളുള്ള ഒരു കേന്ദ്രമാണ് വത്തിക്കാൻ ആർക്കൈവ്. പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ചാൽ അലക്സാണ്ടറിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അലക്സാണ്ട്രിയ ലൈബ്രറിയിൽ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങൾ അതും ഈ വത്തിക്കാൻ ആർക്കൈവിൽ മാറ്റപ്പെട്ടിരിക്കണം എന്നുള്ള ഒരു ഗൂഢാലോചന സിദ്ധാന്തം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്താണ് അലക്സാണ്ട്രിയ ലൈബ്രറിയുടെ പ്രത്യേകത? അതായത് അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഈ ചാനൽ തന്നെ ചെയ്തിട്ടുണ്ട്. ആരാണ് സ്യൂസ് എന്നുള്ളതിൽ നമ്മൾ വിഷയം ചർച്ച ചെയ്യുന്നത്. അലക്സാണ്ടർ ചക്രവർത്തി എന്ന് പറയുന്നത് സ്യൂസ് എന്ന് പറയുന്ന പിശാചിൻ്റെ മകനാണ് അലക്സാണ്ടർ ചക്രവർത്തി. അപ്പോൾ ഈ അലക്സാണ്ടർ ചക്രവർത്തി ലോകം കീഴടക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ ലോകം കീഴടക്കാൻ വേണ്ടി അലക്സാണ്ടർ ചക്രവർത്തി ഇറങ്ങി പുറപ്പെട്ട സമയത്ത് അലക്സാണ്ടർ ചക്രവർത്തിക്ക് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ലോകത്തിൻ്റെ നാനാഭാഗത്തും സഞ്ചരിച്ചിട്ട് പലതരത്തിലുള്ള സിഹറിൻ്റെ കിതാബുകൾ കണ്ടെത്തിയിട്ട് കൊണ്ടുവരാനുള്ള. കാരണം അലക്സാണ്ടർ ചക്രവർത്തിൻ്റെ വീക്ഷണം എന്താ വെച്ചാൽ അയാൾ ലോകത്തിൻ്റെ മുഴുവൻ ഭരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളാണ്. അപ്പം ലോകത്തിന് മുഴുവൻ ഭരിക്കണം എന്നുണ്ടെങ്കിൽ സിഹിർ ആവശ്യമാണ് എന്നുള്ളതാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ നിലപാട്. അതിനുവേണ്ടി സിഹിറിൻ്റെ പലതരത്തിലുള്ള ഗ്രന്ഥങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള യുദ്ധ സമയത്ത് കണ്ടെടുക്കുകയും അതെല്ലാം അലക്സാണ്ടറിൽ കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് അലക്സാണ്ടർ ജനറൽപ്പെട്ട ടോളമി എന്ന ആളാണ് അലക്സാണ്ടർ ലൈബ്രറി സ്ഥാപിക്കുന്നത്. ഈ പറഞ്ഞ അലക്സാണ്ടർ ചക്രവർത്തി കൊണ്ടുവന്ന ഈ ലൈബ്രറിയിൽ ഉണ്ടായിരുന്നത് സിഹിറിൻ്റെ ഗ്രന്ഥങ്ങളായിരുന്നു. പിന്നീട് ഈ ഗ്രന്ഥങ്ങളുടെ ഒരു മുഖ്യ ഭാഗം തന്നെ ഈ പറയുന്ന വത്തിക്കാൻ ആർക്കൈവിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ പറയുന്നത്. അപ്പം എന്താണെങ്കിലും ശരി ഒരുപാട് രഹസ്യങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു കേന്ദ്രമാണ് വത്തിക്കാൻ ആർക്കൈവ് എന്ന് പറയുന്ന ഈ അണ്ടർഗ്രൗണ്ട് കലവറ. അപ്പോൾ വത്തിക്കാൻ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം മർമ്മപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലമാണ്. മഹ്ദി റളിയല്ലാഹു അൻഹു ഇഞ്ചിയിൽ കണ്ടെടുക്കുന്നത് വത്തിക്കാനാണ് എന്നുള്ളതിന് പുറമെ ഈ പറഞ്ഞ രഹസ്യങ്ങളുടെ കലവറയായ വത്തിക്കാൻ ആർക്കൈവ്സ് എന്ന് പറയുന്ന ഈ പറഞ്ഞ അണ്ടർഗ്രൗണ്ട് നിലവറയിലുള്ള രഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. അപ്പം ഇതെല്ലാം ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലേക്ക് വരുന്നു എന്ന് പറയുന്നത് തന്നെ എന്താണ് ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടിയാണ്. ദജ്ജാലിൻ്റെ ഗ്രാൻഡ് പ്ലാനിന് വരുന്ന
ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ വത്തിക്കാൻ കീഴടക്കപ്പെട്ട പെടലും ദജ്ജാലിന് അങ്ങേറ്റം കോപം ഉണ്ടാക്കുന്ന സംഗതിയാണ്. അത് കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ ദജ്ജാൽ രംഗപ്രവേശം ചെയ്യും എന്നുള്ളതും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അപ്പോൾ ജസ്സാസയെക്കുറിച്ച് എന്താണ് ഹദീസിൽ വന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഇത് സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. തമീമുദ്ദാരിയും സംഘവും ദജ്ജാലിനെ ബന്ധിക്കപ്പെട്ടിട്ടുള്ള ഐലൻഡിലേക്ക്, ആ ദ്വീപിലേക്ക് പോയ സംഭവം നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സംഭവം രേഖപ്പെടുത്തുന്ന ഹദീസിലെ പ്രസക്ത ഭാഗമാണിത്. ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ സുമ്മ അർഫഉ ഇലാ ജസീറത്തിൻ ഫിൽ ബഹ്രി ഹത്താ മഗ്രിബി ശംസി. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, തിരമാലകൾ ഞങ്ങളെ കടലിലൂടെ എന്ത് ചെയ്തു, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ദ്വീപിലേക്ക് എത്തിച്ചു എന്നാണ്. فجلسوا في أقرب السفينة فدخلوا الجزيرة فلقيتهم دابة أغلب كثير الشعر لا يدرون ما قبله من دبره. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ ഒരു ചെറിയ സൈഡ് ബോട്ടിലായിട്ട് ഇരുന്നിട്ട് ഈ പറയുന്ന ദ്വീപിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ അവിടെ വെച്ചിട്ട് ഞങ്ങളൊരു ജീവിയെ കണ്ടു എന്നാണ് പറയുന്നത്. ആ ജീവിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ധാരാളം രോമങ്ങളുള്ള ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മുൻഭാഗവും പിൻഭാഗവും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഫഖാലു വൈലക്കി മാ അൻതി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിനക്ക് നാശം, നീ എന്താണ്? ഫഖാലത്ത് അൽ ജസാസത്തു, ഞാൻ ജസാസയാണ് എന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ ജസാസയെക്കുറിച്ച് നബവി ഇമാം ഷർഹ് മുസ്ലിമിൽ പറയുന്ന ഇബാറത്താണ്. ഇത് നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എപ്പിസോഡ് 3 ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട്. എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജസാസക്ക പേര് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ദജ്ജാലിന് അഖ്ബാറുകൾ, അതായത് ന്യൂസുകൾ ചോർത്തിയെടുത്തിട്ട് എത്തിച്ചു കൊടുക്കാറുണ്ട്. അതിൻ്റെ പേരിലാണ് എന്ത് ചെയ്തത്, ഇത് ജസാസ എന്നുള്ള. അപ്പോൾ ജസാസ എന്ന് പറഞ്ഞ സ്പൈയാണ്. ഉലമാക്കൾ പറഞ്ഞ ജിന്ന് വർഗത്തിൽപ്പെട്ട ജിന്നാണത്. അത് രഹസ്യങ്ങൾ ചോർത്തിയെടുത്തിട്ട് ദജ്ജാൽ എത്തിക്കുന്ന ആളാണ് ഈ ജസാസ എന്ന് പറയുന്ന ഈ ദ്വീപിൽ കണ്ടിട്ടുള്ള ഈ ജീവി. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഈ ജസാസ എന്ന് പറയുന്നത് അഹ്ലുൽ കശ്ഫിൽപ്പെട്ട ആളുകളുടെ അഭിപ്രായമാണ് ഞാൻ ഇവിടെ പറയുന്നത്. എന്താ വെച്ചാൽ, ജസാസക്ക് രഹസ്യങ്ങൾ ചോർത്തുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ലോകത്തിലുള്ള സ്പൈ നെറ്റ്വർക്ക്, അതായത് ചാര സംഘടനകൾ, ചാരന്മാർ, അതുമായിട്ടൊക്കെ ജസാസക്ക് ലിങ്ക് ഉണ്ടെന്നുള്ളതാണ്. അതിലൂടെ രഹസ്യങ്ങൾ ജസാസ ചോർത്തെടുക്കുന്നുണ്ടാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഔലിയാക്കളായ മഹാന്മാർ ത്വരീക്കത്തിൻ്റെ മേഖലയിലെ ആന്തരിക സഹായങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെ, അതായത് മശായിഖികളിൽ നിന്നാണ് ഫൈലും മതത്തൊക്കെ ഒരു ത്വരീക്കത്തിലുള്ള മശായിഖികൾ, അവരിൽ നിന്നാണ് ഫൈലും മതത്തൊക്കെ ത്വരീക്കത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേമാതിരി തന്നെ ഈ പറഞ്ഞ ജസാസ എന്ന് പറഞ്ഞ ലോകത്തിലുള്ള ചാര പ്രവർത്തനത്തിൻ്റെ ആന്തരികമായ സഹായമാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ആന്തരികമായിട്ട് ഈ പറഞ്ഞ മുഴുവൻ സ്പൈ നെറ്റ്വർക്കിനെയും കൺട്രോൾ ചെയ്യുന്നതും അതിലേക്ക് അത് കണക്റ്റായി വരുന്നതും ജസാസയിലേക്കാണ് എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ അതിന് നമുക്ക് വ്യക്തമായ രീതിയിലുള്ള സൂചനകൾ ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും. ചരിത്രത്തിൽ സിഹറും ചാരപ്രവർത്തനവും ഒന്നിച്ചാണ് പോയിട്ടുള്ളത്. ഒക്കൾട്ട് അഥവാ കൂടോത്രം എന്ന് പറയുന്ന പരിപാടിയും ചാരപ്രവർത്തനം ഒന്നിച്ചാണ്. ഒക്കൾട്ട് എന്ന് പറയുന്ന സംബോധന എത്തുന്നത് ജിന്നുകളുടെ ലോകത്തിലേക്കാണ്. അത് സിഹറാണ്. സിഹർ ആഭിചാര കർമ്മങ്ങളാണ് ഒക്കൾട്ട് എന്ന് പറയാനുള്ള പേരിൽ അറിയപ്പെടുന്നത്. അത് എത്തിച്ചേരുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ജിന്നുകളുടെ ലോകത്തിലേക്കാണ്. ജിന്നുകളുടെ ലോകത്തേക്ക് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കണക്ട് ആവും ജസാസയിലേക്കും, ജസാസയിൽ നിന്ന് ദജ്ജാലിലേക്കുമാണ് ആ വിഷയങ്ങളൊക്കെ എത്തിച്ചേരുന്നത്. അപ്പോൾ അതിലുള്ള ചില തെളിവുകൾ നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ജോൺ ഡി എന്ന് പറയുന്നത്. ഇയാളാണ് ഒറിജിനൽ ജെയിംസ് ബോണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇയാൾ ജനിച്ചിട്ടുള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ 13 ജൂലൈ 1527 ലണ്ടനിലാണ് ജനിക്കുന്നത്. വലിയ സാഹിറായിട്ടുള്ള ഒരാളായിരുന്നു. ദുർമന്ത്രവാദ പരിപാടികളൊക്കെ ചെയ്തിരുന്ന, ഒക്കൾട്ട് പരിപാടികൾക്ക് ഏർപ്പെട്ടിരുന്ന, ഗൂഢവിദ്യയിൽ ഏർപ്പെട്ടിരുന്ന ഒരാളായിരുന്നു ജോൺ ഡി എന്ന് പറയുന്ന ആൾ. ജോൺ ഡിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, എലിസബത്ത് ഫസ്റ്റ് അവരുടെ പ്രധാനപ്പെട്ട അഡ്വൈസർ ആയിരുന്നു ജോൺ ഡി എന്ന് പറയുന്ന ആൾ. ജോൺ ഡിയാണ് സത്യത്തിൽ എലിസബത്ത് രാജ്ഞിയെ പ്രേരിപ്പിച്ചുകൊണ്ട് കൊളോണിയലിസം ബ്രിട്ടൻ്റെ ഭാഗത്ത് തുടങ്ങാനുള്ള പ്രേരണയായത് സത്യത്തിൽ ജോൺ ഡിയാണ്. മാത്രമല്ല, എലിസബത്ത് രാജ്ഞി എപ്പോഴും ജോൺ ഡിയോട് കൺസൾട്ട് ചെയ്തിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തത്. എത്രത്തോളം എന്ന് വെച്ചാൽ, എലിസബത്ത് രാജ്ഞിയുടെ സിംഹാസന ആരോഹണത്തിൻ്റെ ഡേറ്റ് വരെ ജോൺ ഡിയാണ് തീരുമാനമെടുത്തത്. മാത്രമല്ല, ജോൺ ഡിയുടെ ചരിത്രത്തിൽ പറയുന്ന മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, സ്പാനിഷ് നാവിക സൈന്യത്തിന് 1588 കൂടോത്രത്തിലൂടെ തകർത്ത് കളഞ്ഞു എന്നുള്ളൊരു ചരിത്രം ജോൺ ഡിയെ പറ്റി പറയുന്നത് സിഹറിലൂടെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ജോൺ ഡി ആഭിചാര കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കടലിൽ വലിയ തിരമാലകൾ ഉണ്ടാക്കിയിട്ട് ആ തിരമാലകൾ ഈ പറഞ്ഞ കപ്പലുകളുടെ മേലെ വന്നടിച്ചിട്ട് സ്പാനിഷ് കപ്പലുകൾ തകർന്നു പോയി എന്നുള്ള ഒരു ചരിത്രം ജോൺ ഡിനെ പറ്റി പറയപ്പെടുന്നുണ്ട്. അപ്പം ഇതുപോലുള്ള പലതരത്തിലുള്ള സിഹറിൻ്റെ പ്രധാനപ്പെട്ട ഒരാളെ, ഒക്കൾട്ട് പ്രവർത്തനങ്ങളുടെ പ്രധാനപ്പെട്ട ആളായിരുന്നു ജോൺ ഡി. മാത്രമല്ല, ഈ ജോൺ ഡിനെ പറ്റിയിട്ടുള്ള ചില അതിനോടൊപ്പം തന്നെ ഒരു സീക്രട്ട് ഏജന്റ് കൂടിയായിരുന്നു ജോൺ ഡി. എലിസബത്ത് രാജ്ഞിക്ക് വേണ്ടി ചാരപ്രവർത്തനങ്ങളൊക്കെ ജോൺ ഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളും ചെയ്തിരുന്ന. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ സിഹറും ചാരപ്രവർത്തനവും ഒന്നിച്ചിരുന്നു പോയിരുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. അപ്പോൾ സിഹർ എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അത് ജിന്നുകളുടെ ലോകത്തിലേക്കാണ് അത് ബന്ധപ്പെടുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സിഹർ ചെയ്യുന്ന ആളുകൾ തന്നെയായിരുന്നു പണ്ട് കാലത്ത് ചാരപ്രവർത്തനം ചെയ്തിരുന്നതെന്നുള്ള. അപ്പോൾ ഈ പ്രശസ്തമായിട്ടുള്ള ജെയിംസ് ബോണ്ട് നോവൽ അത് തന്നെയാണ് സിനിമയായിട്ട് വന്നിട്ടുള്ളതും. ആ പറഞ്ഞ ജെയിംസ് ബോണ്ട് നോവലിൽ ജെയിംസ് ബോണ്ടിൻ്റെ നമ്പറാണ് 007 എന്ന് പറയുന്നത്. ഈ 007 എന്നുള്ള നമ്പർ ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു ജോൺ ഡി എന്ന് പറയുന്ന ഈ മന്ത്രവാദി. അതായത് എലിസബത്ത് രാജ്ഞിക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കത്തുകൾ എഴുതുന്ന സമയത്ത് ജോൺ ഡി 007 എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സൈൻ ചെയ്തിരുന്നത്. ആ പറഞ്ഞ സൈനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇയാൻ ഫ്ലെമിംഗ് എന്ന് പറയുന്ന എഴുത്തുകാരൻ ജെയിംസ് ബോണ്ടിൻ്റെ കഥാപാത്രം സൃഷ്ടിക്കുന്നത് തന്നെ. അപ്പം അതിലേക്ക് നമുക്ക് വരാം. ഈ ഫോട്ടോയിൽ കാണുന്നത് ജോൺ ഡി എലിസബത്ത് രാജ്ഞിക്ക് അയച്ചൊരു കത്താണ് ഈ കാണുന്നത്. അപ്പം ജോൺ ഡിൻ്റെ ഒപ്പ് നമുക്കൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കാം. ജോണിൻ്റെ ഒപ്പിൽ ഇവിടെ ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതായത് ജെ കഴിഞ്ഞിട്ട് ഒ ആണ് വരുന്നത്. 2 ഒ വരുന്നുണ്ട്. ഒന്ന് ഒ എന്നുള്ള അക്ഷരമുണ്ട്. പിന്നെ എച്ച് എന്നുള്ളത് ഒൻ്റെ രൂപത്തിലാണ് ജോൺ ഡി എഴുതിയിട്ടുള്ളത്. അപ്പോൾ 2 ഒ വന്നു.
പിന്നെ വരുന്നത് നോക്കിക്കോളൂ, ഡീൻ്റെ കുത്തനുള്ള വരയിലേക്ക് ചേർന്നുകൊണ്ട് ഹൊറിസോണ്ടൽ ആയി കൊണ്ടൊരു വര മൂപ്പര് വരയിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ചേരുമ്പോൾ 7 എന്നുള്ള സംഖ്യയാണ് കിട്ടുക. അപ്പോൾ 007 എന്നുള്ള രീതിയിലായിരുന്നു ജോൺ ഡി സൈൻ ചെയ്തിരുന്നത്. ഈ രണ്ട്, അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ചരിത്രകാരന്മാർ പറഞ്ഞ് 00 എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത്, അത് എലിസബത്ത് ജാക്കിനെ ഉദ്ദേശിച്ചിട്ടുള്ള കോൺഫറൻസ് ലെറ്ററിലാണ് ഈ കത്ത് വരുന്നത്. അപ്പോൾ 00 എന്ന് പറയുന്നത് OO എന്ന് പറയുന്നത് ഫോർ യുവർ ഐസ് ഒള്ളി എന്നുള്ളതാണ്. എന്താ വെച്ചാൽ എലിസബത്ത് ജാക്കി മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ 7 എന്ന് പറയുന്നത് ജോൺ ഡീൻ്റെ വിശ്വാസപ്രകാരം ഒരു ഭാഗ്യമുള്ള സംഖ്യയാണെന്നുള്ളത്. അയാൾ ഈ ന്യൂമറോളജിയിലൊക്കെ വിശ്വസിച്ചിട്ടായിരുന്നു. അപ്പോൾ ന്യൂമറോളജിൻ്റെ തത്വപ്രകാരം ഭാഗ്യസംഖ്യയാണ് 7. അപ്പോൾ അങ്ങനെയാണ് 007 എന്നുള്ള സൈന് സത്യത്തിൽ ജോൺ ഡി രേഖപ്പെടുത്തിയത്. അപ്പം 007 എന്ന് പറയുന്നത് തന്നെ ശരിക്കും സാഹിർ ഉപയോഗിച്ചിരുന്ന ഒരു സാഹിറിൻ്റെ ചിഹ്നമായിരുന്നു. എന്ന് വെച്ചാൽ ആഭിചാര കർമ്മം ചെയ്യുന്ന ഒരാളുടെ ചിഹ്നമാണ് ശരിക്കും 007 എന്ന് പറയുന്നത്. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇയാൻ ഫ്ലെമിംഗ് എന്ന ആൾ ജെയിംസ് ബോണ്ട് എന്ന കഥാപാത്രത്തിൽ 007 എന്നുള്ള സിംബൽ കൊടുക്കുന്നത് തന്നെ. അപ്പോൾ ഇത് നമ്മളിവിടെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആഭിചാര കർമ്മം എന്ന് പറയുന്ന സംഗതി, സിഹിർ, ദുർമന്ത്രവാദം എന്ന് പറയുന്ന സംഗതിയും അതുപോലെ തന്നെ ഈ ചാരപ്രവർത്തനം, എസ്പിയോണാഷ് അല്ലെങ്കിൽ സ്പൈ നെറ്റ്വർക്ക് എന്ന പരിപാടിയും തമ്മിൽ എത്രത്തോളം കണക്ഷൻ വരുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് 3 ജാക്ക് പാർസനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ജാക്ക് പാർസന്റെ ഗുരുനാഥനാണ് ഇപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന അലിസ്റ്റർ ക്രൗളി എന്ന് പറയുന്ന ആൾ. ഇയാൾ സാഹിറാണ്, ആഭിചാര പ്രവർത്തനങ്ങൾ ചെയ്യുന്ന, കൂടോത്ര പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇയാൾ എന്താണ്, ഒരു സീക്രട്ട് ഏജന്റ് കൂടിയാണ്. എന്ന് വെച്ചാൽ 1-ാം ലോക മഹായുദ്ധത്തിൽ ചാരപ്രവർത്തനങ്ങളിലൊക്കെ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു പുസ്തകം തന്നെ ഉണ്ട്, ഏജന്റ് 666 എന്നുള്ള പേരൊക്കെ ചേർത്തിക്കൊണ്ടുള്ള ഒരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്, ഇയാളുടെ ഈ സീക്രട്ട് ഏജന്റ് ലൈഫിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. അപ്പോൾ ഇത് മറ്റൊരു ഉദാഹരണമാണ്. അതായത് ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ തന്നെ എന്തുണ്ട്, അവരെ തന്നെ ഈ സീക്രട്ട് ഏജന്റ് പരിപാടിക്ക് വേണ്ടിയിട്ട്, ചാരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഈ ആധുനിക കാലഘട്ടത്തിൽ പോലും ഗവൺമെൻറ് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഇപ്പം ഈ അലിസ്റ്റർ ക്രൗളിയൊക്കെ. ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഗ്രിഗറി റാസ്പുട്ടിൻ എന്ന് പറയുന്ന ആൾ. റഷ്യയിലുണ്ടായിരുന്ന വളരെ അറിയപ്പെട്ടതായിട്ടുള്ള ഒരു മന്ത്രവാദിയാണ് ഇയാൾ. അതിന് പുറമെ ഇയാൾ ജർമ്മൻ സ്പൈ ആണ് എന്ന് സംശയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അതിന് വ്യക്തമായ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഗ്രിഗറി റാസ്പുട്ടിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾ പല അത്ഭുതങ്ങളും കാണിച്ചതായിട്ട് ചരിത്രത്തിൽ അറിയപ്പെട്ടിട്ടുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ സാർ രാജാവിൻ്റെ അടുക്കൽ ഇയാൾ പോവുകയും അവരെ ആ രാജവംശത്തിൽപ്പെട്ട ആളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇയാൾ അവരോട് പറയുകയും ചെയ്തു. അങ്ങനെ അവർക്ക് ഇയാളിൽ വലിയ വിശ്വാസം വന്നിട്ട് കൂടെ കൂട്ടിയതാണ്. പിന്നീട് സാർ രാജാവിൻ്റെ മകനുണ്ട്, അല്ലെങ്കിൽ ഹീമോഫീലിയ എന്ന് പറയുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ രക്തം കട്ട പിടിക്കില്ല. അത് ഇയാൾ അത്ഭുതകരമായ രീതിയിൽ മാറ്റിക്കൊടുത്തു. അങ്ങനെ അവർക്ക് ഇയാളിൽ വലിയ വിശ്വാസം വരികയാണ്. പിന്നീട് ഈ രാജാവിനെ ഓരോ കാര്യങ്ങളും ഇയാൾ ഉപദേശിക്കാനും പല കാര്യങ്ങളും പല രാജാവിൻ്റെ പല തീരുമാനങ്ങൾ ഇയാൾ സ്വാധീനിക്കാനൊക്കെ തുടങ്ങി. അത് വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചാൽ റഷ്യയിലുണ്ടായിരുന്ന നോബിൾസ്, അതായത് പ്രഭുക്കന്മാർ, അവർക്ക് ഇയാളൊരു തീരാ തലവേദനയായി മാറാൻ തുടങ്ങി. അങ്ങനെ ഇയാളെ ഒതുക്കാൻ അവർ തീരുമാനിക്കുകയാണ്. അതാണ് ചരിത്രം. അങ്ങനെ ഇയാളെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് സംഭവം. അപ്പോൾ കൊല്ലുന്നതിലും കുറേ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ഈ റാസ്പുട്ടിൻ എന്ന് പറയുന്ന ഈ മന്ത്രവാദിനെ കൊന്ന സംഭവം പറയുന്നത്, റാസ്പുട്ടിനെ പാതിരാത്രിക്ക് കൊട്ടാരത്തിലുള്ള ബേസ്മെൻറ്റിലേക്ക് അന്നത്തെ പ്രഭുക്കന്മാർ ക്ഷണിച്ചു കൊണ്ടുപോയിന്നാണ്. അങ്ങനെ അവർ ചായയും കേക്കും ഈ പറഞ്ഞ റാസ്പുട്ടിനെ ആദ്യം കൊടുത്തു. അപ്പോൾ ചായയും കേക്കും കൊടുത്ത മൂപ്പർ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ കഴിഞ്ഞതിന് ശേഷം അത് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചായയിലും കേക്കൊക്കെ സൈനൈഡ് ചേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ കഴിച്ചിട്ട് റാസ്പുട്ടിന് കുൽക്കില്ല. ഇത് കണ്ടപ്പോൾ ഒരു അത്ഭുതമായി. പിന്നെ അവരെന്താ വെച്ചാൽ റാസ്പുട്ടിന് മദ്യം കൊടുത്തു. മദ്യം വിഷം ചേർത്തതായിരുന്നു. അത് 3 ഗ്ലാസ് കുടിച്ചു. എന്നിട്ടും ഒരു ബുദ്ധിമുട്ടും കാണിക്കണില്ല. അങ്ങനെ പാതിരാത്രി 2:30 മണിയാണ് സമയം. യൂസുപ്പോ എന്ന് പറയുന്ന ഒരാളുണ്ട്, അയാളാണ് ഈ സംഭവങ്ങളൊക്കെ വിവരിക്കുന്നത്. യൂസുപ്പോ എന്ത് ചെയ്തു, ഒന്ന് മേലേക്ക് പോകേണ്ട കാര്യമുണ്ട് ഇറങ്ങാണ്ട് മേലേക്ക് പോയി. അപ്പോൾ കുറേ ആളുകൾ ഇയാൾ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള കോൺസ്പിറേറ്റേഴ്സ് അവരോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ യൂസുപ്പോ എന്ത് ചെയ്തു, ഒരു തോക്കെടുത്ത് താഴേക്ക് വന്നിട്ട് ഈ പറഞ്ഞ റാസ്പുട്ടിനെ നെഞ്ചത്ത് വെടിവെച്ചു. അപ്പോൾ നെഞ്ചത്ത് വെടിവെച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്തു, അവർ റാസ്പുട്ടിൻ കൊന്നു എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ എന്ത് സംബന്ധിച്ചാൽ റാസ്പുട്ടിൻ തിരിച്ചു വന്നപ്പോൾ അവരുടെ ബേസ്മെൻറ്റിൽ അവർ തിരിച്ചു വന്നപ്പോൾ റാസ്പുട്ടിൻ വീണ്ടും എഴുന്നേറ്റിട്ട് യൂസുപ്പോവിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ വെടി വെച്ചിട്ട് ഇയാൾക്ക് പ്രശ്നമില്ല എന്നുള്ള, പിന്നെ ഇയാൾ അറ്റാക്ക് ചെയ്തു. അങ്ങനെ റാസ്പുട്ടിൻ എന്ത് ചെയ്തു, യൂസുപ്പോവിൻ്റെ പിന്നാലെ ഓടി കൊട്ടാരത്തിൻ്റെ ഈ പറഞ്ഞ കോർട്ട്യാർഡിലെത്തി. അവിടെ വെച്ചിട്ട് വേറൊരാൾ ഇയാൾ വെടിവെച്ചു. അങ്ങനെ ഇയാൾ ഈ ഐസ് വീണിട്ടുള്ള ഈ സ്ഥലത്ത് ഇയാൾ വീണു. എന്നിട്ട് അവരെല്ലാവരും കൂടി ഇയാളെ ശരീരം ഒരു തുണിയിൽ പാക്ക് ചെയ്തിട്ട് പെട്രോസ്കി ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു പാലത്തിൻ്റെ അവിടെ എത്തിയിട്ട് നെവ്ക എന്ന് പറയുന്ന പുഴയിലേക്ക് ഈ ശവശരീരത്തിന് ഇട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ കൊല്ലാന്ന് പറഞ്ഞാൽ സൈനൈഡ് ചേർത്ത കേക്കും ബിസ്ക്കറ്റും കൊടുത്തിട്ടും വിഷം ചേർത്ത മദ്യം കൊടുത്തിട്ട് പോലും ഇയാൾ കൊല്ലാൻ കഴിഞ്ഞു, വെടിവെച്ചിട്ട് ഇയാൾ കൊല്ലാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതൊക്കെ എന്തുണ്ട്, ഇയാളെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പം ആഭിചാര കർമ്മങ്ങൾ, സിഹിർ, ഗൂഢവിദ്യ തുടങ്ങിയ പരിപാടിയും അതുപോലെ തന്നെ ചാരപ്രവർത്തനം തമ്മിൽ വളരെയധികം ലിങ്ക് ഉണ്ട് എന്നുള്ളതിൽ വളരെ വ്യക്തമായ തെളിവാണ് പ്രോജക്ട് സ്റ്റാർഗേറ്റ്. 1970 അമേരിക്ക ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് പ്രോജക്ട് സ്റ്റാർഗേറ്റ് എന്ന് പറയുന്നത്. മില്യൺ കണക്കിന് ഡോളറാണ് ഈ പരിപാടിക്ക് വേണ്ടി അമേരിക്കൻ ഗവൺമെൻറ് ചെലവാക്കിയത്. പിന്നീട് ആ പ്രോജക്റ്റ് അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിലെ പല ഫയലുകളും ഇപ്പോൾ ഡീക്ലാസിഫൈഡ് ആണ്. ആ ഫയലുകൾ പരിശോധിച്ചാൽ തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടി ഗവൺമെൻറ് എത്ര സമയവും പൈസയും ചെലവാക്കിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ പറഞ്ഞ അത്ഭുതകരമായ കാര്യം എന്താ വെച്ചാൽ ഈ പറഞ്ഞ ഫയലുകൾ ചിലതൊക്കെ ഇന്നും ക്ലാസിഫൈഡ് ആണ്. അത് ഗവൺമെൻറ് എന്ത് ചെയ്ത് പബ്ലിക്കിൽ ഇപ്പോഴും ഓപ്പനാക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇന്നും ചോദിച്ചിട്ടാണ്. അപ്പം ഈ പറഞ്ഞ പ്രോജക്ട് ടാർഗറ്റിൻ്റെ മെയിൻ ലക്ഷ്യം വെച്ചാൽ റിമോട്ട് വ്യൂയിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ വിദൂരത്ത് നടക്കുന്ന കാര്യങ്ങൾ മനഃശക്തി ഉപയോഗിച്ച് അറിയാൻ പറ്റുന്ന രീതിയിൽ സൈക്കിക്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ഉദ്ദേശം.
അപ്പോൾ ഇത് ഗവൺമെൻറ് സ്പോൺസർ ചെയ്ത പ്രോഗ്രാമായിരുന്നു. അതേമാതിരി തന്നെ സോവിയറ്റ് യൂണിയനും ഈ മേഖലയിൽ കാര്യമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അവർ കമ്മ്യൂണിസ്റ്റുകളാണെങ്കിലും ഈ പറഞ്ഞ ഒക്കൾട്ട്, സൈക്കിക് ഫെനോമിന തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്കും ഭയങ്കര വിശ്വാസമാണ്. മനുഷ്യനെ വലയം ചെയ്യുന്ന ഊർജ്ജ വലയത്തിനെ കുറിച്ചൊക്കെ റിസർച്ച് സോവിയറ്റ് യൂണിയനിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരും സൈക്കിക്സിനെ സഹായം തേടിയിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ ഉദാഹരണം നീന കുലഗിന എന്ന് പറയുന്ന ഒരു സ്ത്രീ സൈക്കിക്കാണ്. അത് അവരെ ഈ ഗവൺമെൻറ് സഹായം തേടിയ ഒരു സൈക്കിക്കായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ചരിത്രങ്ങൾ സോവിയറ്റ് യൂണിയനും ഈ മേഖലയിൽ കുറേ പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിനൊക്കെ തെളിവുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ഉദാഹരണങ്ങളെ പറയുന്നതിൻ്റെ ലക്ഷ്യം എന്താ വെച്ചാൽ ഒരു വ്യക്തമായ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ അതായത് ഒക്കൾട്ട്, അത് ഗൂഢവിദ്യ എന്ന് പറയുന്ന പരിപാടി, അതും എസ്പ്യോണാഷ് പറഞ്ഞാൽ ചാരപ്രവർത്തനം, ഈ രണ്ട് മേഖലയും തമ്മിലുള്ള അന്തർധാര വളരെ വലുതാണ്. പണ്ടേ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒക്കൾട്ട് എന്ന് പറഞ്ഞ പരിപാടി, ഗൂഢവിദ്യ എന്ന് പറഞ്ഞ പരിപാടിനെ നേരെ ചെന്നിട്ടുള്ള ജിന്നുകൾ ലോകത്തേക്കാണ്. ജിന്നുകൾ ലോകത്ത് ജസാസയിലേക്ക് എത്തുന്നു, ജസാസയിൽ നിന്നും അത് ദജ്ജാലിലേക്കും എത്തുന്നു. അപ്പോൾ ജസാസ എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ജിന്നിന് ഈ പറഞ്ഞ മുഴുവൻ ചാരപ്രവർത്തനങ്ങളുമായിട്ട് അങ്ങനെ തന്നെ വ്യക്തമായ കണക്ഷൻ വരുന്നുണ്ട്. കാരണം ചാര ഏജൻസികൾ പറഞ്ഞാൽ അവർ സിഹറും കൂടോത്രവും ആഭിചാരക്ക് ഗവൺമെൻറ് പണ്ട് കാലത്തും ഈ കാലത്തൊക്കെ വ്യാപകമായി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ജിന്നുകളെ സ്വാധീനം അവരിൽ വ്യക്തമായിട്ട് ഈ പറഞ്ഞ ചാര ഏജൻസികൾ വരുന്നുണ്ട്. അതിന് പുറമെ ചാരപ്രവർത്തനം എന്ന് പറഞ്ഞ പരിപാടിൻ്റെ ജിന്നുകളുമായിട്ട് കണക്ഷനുള്ള പരിപാടിയാണ്. കാരണം എന്താണ്, ചാരപ്രവർത്തനം എന്ന് പറയുന്നതിന് ജിന്നിൻ്റെ പ്രത്യേക സ്വഭാവമാണ്. അതായത് ജിന്നുകളുടെ പ്രത്യേകത വെച്ചാൽ നമുക്ക് അവരെ കാണാൻ സാധിക്കില്ല, പക്ഷെ അവർക്ക് നമ്മളെ കാണാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു ലോകത്ത് നിന്നിട്ട് മറഞ്ഞു നിന്നുകൊണ്ട് മനുഷ്യൻ്റെ അവസ്ഥകളെ വീക്ഷിക്കുക എന്നുള്ളത് ജിന്നിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അപ്പോൾ ചാരപ്രവർത്തനം ആ നിലയിൽ നടക്കുന്നുണ്ട്. പിന്നെ ആകാശത്തിലെ വാർത്തകളൊക്കെ ശൈത്താന്മാർ കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിച്ച സംഗതികളൊക്കെ നമ്മൾ പ്രമാണങ്ങൾ പരിശോധിച്ചാൽ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ആ നിലയിലും ചാരപ്രവർത്തനം എന്താണ് ജിന്നിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ സംഗതി മനുഷ്യൻ ചെയ്യുമ്പോൾ ജിന്നിൻ്റെ പ്രകൃതമാണ് മനുഷ്യൻ കടർക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് ജിന്നുകളുമായിട്ട് നേരെ അവർക്ക് അവിടെ ഒരു ബന്ധം വരികയാണ്. അതുകൊണ്ടാണ് ചാരപ്രവർത്തനം എന്ന് പറയുന്ന സംഭവം, അത് എസ്പ്യൂണാഷ് എന്ന് പറയുന്ന പരിപാടിയും അതുപോലെ സിഹിർ എന്ന് പറയുന്ന പരിപാടി ജിന്നുകളുടെ ലോകമൊക്കെ തമ്മിൽ വളരെ വളരെ കണക്റ്റഡാണ്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന വിഷയം, ഈ പറഞ്ഞ അഹ്ലുൽ കശ്ഫിൽപ്പെട്ടവരൊക്കെ അഭിപ്രായപ്പെടുന്നത്, അതായത് ലോകത്തിലുള്ള ചാര ഏജൻസികൾ, ലോകത്തിലെ എസ്പ്യൂണാഷ് കേന്ദ്രങ്ങൾ, ഇതെല്ലാം ജസാസിൻ്റെ അണ്ടറിലേക്കാണ് വരുന്നത്. ജസാസിൽ നിന്നും വിവരങ്ങളൊക്കെ ദജ്ജാലിലേക്കും എത്തുന്നുണ്ട്. ഇത് അൻത്വാക്യ എന്ന് പറയും. അൻത്വാക്യ എന്ന് പറഞ്ഞാൽ മോഡേൺ ടർക്കിയിലുള്ള ഒരു സിറ്റിയാണ്. പണ്ട് അത് ഷാമിൻ്റെ ഭാഗമായിരുന്നു. വെച്ചാൽ സിറിയൻ ബോർഡറിലാണ് ഈ അൻത്വാക്യ ഉള്ളത്. സിറിയ ടർക്കി ബോർഡറാണ്. അപ്പോൾ പണ്ട് ഷാമിൻ്റെ ഭാഗമായിരുന്നു, പിന്നീട് അത് മോഡേൺ ടർക്കിൻ്റെ ഭാഗമായി. അതാണ് അൻത്വാക്യ എന്ന് പറയുന്ന ഈ സിറ്റി. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് മഹ്ദി റളിയല്ലാഹു തൗറാത്ത് കണ്ടെടുക്കുന്നത്. അത് നമ്മൾ സാന്ദർഭികമായിട്ട് ഇവിടെ സൂചിപ്പിച്ചതേ ഉള്ളൂ. ഇത് ദജ്ജാലിൻ്റെ വരവിലേക്ക് ഇതിനെ ലിങ്ക് ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിനെ പറ്റിയൊക്കെ പറയുന്നത് പോലെ പ്രത്യേകമായിട്ട് ദജ്ജാലിൻ്റെ വരവിലേക്ക് ലിങ്ക് ചെയ്ത് പറയുന്ന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് തൗറാത്ത് കണ്ടെടുക്കൽ ദജ്ജാൽ പ്രത്യേകമായിട്ട് കോപം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. തൗറാത്തും ഇഞ്ചിയിലും ഇവിടെ കണ്ടെടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ദജ്ജാൽ പ്രത്യേക ഇഞ്ചിയിൽ കണ്ടെടുക്കുന്നത്, കോപം ഉണ്ടാക്കുന്നത് എവിടെ വെച്ചാൽ വത്തിക്കാൻ കണ്ടെടുക്കുമ്പോഴാണ്. പക്ഷേ വത്തിക്കാൻ എന്ന് പറയുന്നത് ലോകത്തിലുള്ള മുഴുവൻ ക്രിസ്ത്യാനികളുടെയും കേന്ദ്രമാണ്. അവരുടെ വേൾഡ് മർക്കസാണ് വത്തിക്കാനാണ്. അവിടെ വെച്ചിട്ട് ഇഞ്ചിയിൽ കണ്ടെടുക്കുമെന്ന് പറയുന്നതാണ് ദജ്ജാലിന് വളരെയധികം കോപം ഉണ്ടാക്കുന്ന വിഷയമാണ്. അപ്പോൾ ദജ്ജാൽ എന്ത് അത് കഴിഞ്ഞ് ഉടനെ വരും. അപ്പം ഈ പറഞ്ഞ സംഭവം അൻത്വാക്യയിൽ വെച്ചിട്ട് തൗറാത്ത് കണ്ടെടുക്കുന്നു എന്ന് പറയുന്ന സംഭവം ദജ്ജാലിൻ്റെ വരവിലേക്ക് ലിങ്ക് ചെയ്തതായിട്ട് നമുക്കറിയില്ല. എന്നാലും നമ്മൾ ആ സംഭവം കൂടി സാന്ദർഭികമായിട്ട് ഇവിടെ ഉദ്ധരിക്കുന്നുണ്ടെന്ന് മാത്രം. ഇതാണ് കാബുൽ അഹ്ബാറിൻ്റെ റിപ്പോർട്ട്. ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ മഹ്ദി ഇമാമിന് മഹ്ദി എന്ന് പേര് വിളിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ അവർ മറഞ്ഞ കാര്യങ്ങളിലേക്ക് വഴി കാണിക്കുന്നവരാണ് എന്നുള്ളതിൻ്റെ പേരിലാണ്. എന്നിട്ട് പറയുന്നത് എന്താ വെച്ചാൽ തൗറാത്തും ഇഞ്ചിയിലും അൻത്വാക്യ എന്ന് പറയുന്ന ഭൂമിയിൽ നിന്നും കണ്ടെടുക്കും എന്ന് റിപ്പോർട്ട് കിട്ടി. മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് മഹ്ദി എന്ന് പേര് വരാൻ കാരണം എന്തുണ്ട്, തൗറാത്ത് ഷാമിൻ്റെ മലകളിൽ നിന്നും കണ്ടെടുക്കുന്ന. അവിടെ വൈരുദ്ധ്യമല്ല ഈ പറഞ്ഞതിലൊന്നും. കാരണം എന്താ വെച്ചാൽ പണ്ട് അൻത്വാക്യ ഷാമിൻ്റെ ഭാഗമായിരുന്നു. അത് സിറിയ ടർക്കി ബോർഡറിലാണല്ലോ ഈ അൻത്വാക്യ ഉള്ളത്. അപ്പോൾ അൻത്വാക്യ പണ്ട് ഷാമിൻ്റെ ഭാഗമായിരുന്നു, പിന്നീടാണ് മോഡേൺ ടർക്കിയിലേക്ക് ജോയിൻ ആവുന്നത്. അപ്പോൾ ഈ പറയുന്ന ഷാമിൻ്റെ മലകളിൽ നിന്ന് കണ്ടെടുക്കും എന്ന് വ്യക്തമായിട്ട് ഈ റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ദജ്ജാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് വഹാബിസം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് വഹാബിസം ആയുധമാണത്? ആയുധമാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ദജ്ജാലിനെതിരെയുള്ള ഏറ്റവും ശക്തമായ ഡിഫൻസ് എന്ന് പറയുന്നത് റിജാൽ ഗൈബാണ്. അപ്പോൾ റിജാൽ ഗൈബിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ റിജാൽ ഗൈബിൻ്റെ സഹായം നമുക്കുണ്ടെങ്കിലാണ് ദജ്ജാലിൻ്റെ ശക്തികളിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ റിജാൽ ഗൈബിൻ്റെ സഹായത്തെ ബ്ലോക്കാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് വഹാബിസം. അത് റിജാൽ ഗൈബിനെ സംബന്ധിച്ചിടത്തോളം റിജാൽ ഗൈബിൻ്റെ പ്രവർത്തനങ്ങൾ രണ്ട് രീതിയിൽ വരുന്നുണ്ട്. ഒന്ന് ആമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. പൊതുവായിട്ട് ഈ ലോകത്തിൻ്റെ ഇന്തിലാമുമായി ബന്ധപ്പെട്ടിട്ട് പല കാര്യങ്ങളും ഈ പറയുന്ന റിജാൽ ഗൈബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും കിട്ടും. പക്ഷേ ഹാസായ രീതിയിൽ റിജാൽ ഗൈബിനെ കൊണ്ട് ചില ഗുണങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ലഭിക്കാനുണ്ട്. ആ പറഞ്ഞ ഗുണങ്ങൾ ഈ കിട്ടുമ്പോഴാണ് നമുക്ക് ദജ്ജാലിനൊക്കെ രക്ഷപ്പെടാനൊക്കെ സാധിക്കുള്ളൂ. ആ പറഞ്ഞ ഗുണങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വഹാബിസം എന്ന് പറയുന്ന ഈ ഫിത്തിനെ കൊണ്ടുപോയാണ് ബ്ലോക്കാക്കി കളയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദജ്ജാലിൻ്റെ ഒരു രീതി എന്താ വെച്ചാൽ, ഒരു പ്രവർത്തന രീതി എന്താ വെച്ചാൽ, ഏതൊരു സംഗതിയെ നശിപ്പിക്കണം ദജ്ജാൽ ഉദ്ദേശിക്കുന്നത്, ഒരു ദീനി പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോ നശിപ്പിക്കണം ഉദ്ദേശിക്കണമെങ്കിൽ അവിടേക്ക് വഹാബിസത്തിന് കയറ്റിവിട്ടാൽ പിന്നെ ദജ്ജാലിന് പണി എളുപ്പമാണ്. അതോടുകൂടി റിജാൽ ഗൈബിൻ്റെ മതം അവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ദജ്ജാൽ അവിടെ കയറി കളിക്കാൻ പറ്റും. അപ്പോൾ ഇതിനുള്ള തെളിവുകൾ എന്താണ് അത് നമുക്ക് പരിശോധിക്കാം. ഇത് സൂറത്തുൽ കഹ്ഫിലുള്ള 82-ാമത്തെ ആയത്താണ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, അമ്മൽ ജിദാറു ഫകാലി ഗുലാമൈനി യതീമൈനി ഫിൽ മദീനത്തി. ആ പട്ടണത്തിലെ ആ മതിലാണെങ്കിലോ അത് ആ പട്ടണത്തിലെ അനാഥരായ 2 ബാലന്മാരുടേതായിരുന്നു. വകാൻ തഹ്തഹു കൻസുൽ ലഹുമാ, അതിന് ചുവട്ടിൽ അവർക്കായുള്ളൊരു നിധി ഉണ്ടായിരുന്നു. വകാൻ അബൂഹുമാ സ്വാലിഹ, അവരുടെ പിതാവ് സ്വാലിഹായിരുന്നു. ഫഅറാദ റബ്ബുക അൻ യബ്ലുഗ അശുദ്ധഹുമാ വയസ്തഖ്രിജ കൻസഹുമാ റഹ്മതൻ മിർ റബ്ബിക.
അതിനാൽ അവർ ഇരുവരും യൗവനം പ്രാപിക്കുകയും, അതായത് അനാഥ കുട്ടികൾ യൗവനം പ്രാപിക്കുകയും എന്നിട്ട് അവർ നിധി പുറത്തെടുക്കുകയും ചെയ്യണമെന്ന് താങ്കളുടെ രക്ഷിതാവ് ഉദ്ദേശിച്ചു. താങ്കളുടെ രക്ഷിതാവിൻ്റെ കാരുണ്യം എന്ന നിലയിൽ അത്രേ അത്. വമാ ഫാൽത്തുഹു അൻ അംരി, അതൊന്നും എൻ്റെ അഭിപ്രായ പ്രകാരമല്ല ഞാൻ ചെയ്തത്. ഇത് ആരാ പറഞ്ഞത്? ഇത് ഖിദർ അലൈഹി ഇസ്ലാം മൂസാ നബിക്ക് വിവരിച്ചു കൊടുത്തത്. എൻ്റെ അഭിപ്രായ പ്രകാരം ചെയ്യും. അപ്പോൾ ഈ മതിൽ നന്നാക്കാൻ വേണ്ടിയാണ്ട് ഖിദർ അലൈഹി ഇസ്ലാമിനെ അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം നിയോഗിക്കപ്പെടുകയാണ്. അപ്പോൾ എന്തിനാണ് നിയോഗിക്കപ്പെട്ടത്? അത് യത്തീമുകളായ രണ്ട് ബാലന്മാർ അവരുടെ സമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ യത്തീമുകളായ ബാലന്മാരുടെ സമ്പത്ത് എന്തുകൊണ്ടാണ് സംരക്ഷിക്കപ്പെട്ടത്? അവരുടെ പിതാവ് ഉപ്പ സ്വാലിഹായിരുന്നു എന്നുള്ള കാരണത്താലാണ്. അപ്പോൾ വാപ്പ സ്വാലിഹായപ്പം എന്തുണ്ടായി? റിജാൽ ഗൈബിനെ അയച്ചുകൊണ്ട് ഈ വാപ്പാൻ്റെ മക്കളുടെ സമ്പത്തിനെ സംരക്ഷിക്കാനുള്ള സംവിധാനം അവർ ചെയ്യുന്നതായിട്ടുള്ള ഒരു സംഭവമാണ് പരിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നത്. അപ്പോൾ ഇവിടെ റിജാൽ ഗൈബിൻ്റെ സഹായം കിട്ടാനുള്ള ഒരു നിബന്ധനയാണ് ഈ സംഭവത്തിൽ പറയുന്നത്. എന്താ വെച്ചാൽ ആൾ സ്വാലിഹാവണം എന്നുള്ളതാണ്. ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട വാക്ക് സ്വാലിഹ് എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവരുടെ പിതാവ് സൽസ്വഭാവിയായിരുന്നോ, നല്ല പെരുമാറ്റം കാണിച്ചിരുന്ന ആളാണെന്നോ, സമ്പത്ത് ദാനം ചെയ്യുന്ന ആളാണെന്നോ എന്നല്ല ഉപയോഗിച്ചത്, സ്വാലിഹ് എന്നാണ് ഉപയോഗിച്ചത്. അപ്പോൾ സ്വാലിഹാവണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ടായാലേ സ്വാലിഹാവാൻ പറ്റുള്ളൂ. ഒന്ന് സ്വഹീഹുൽ അഖീദും വേണം, മറ്റൊന്ന് സ്വാലിഹായ ആമാലുകളും വേണം. നല്ല സൽക്കർമ്മങ്ങൾ ചെയ്താൽ മാത്രം പോരാ, പിന്നെ എന്ത് വേണം? അഖീദ ശരിയാകും കൂടി ചെയ്താലേ സ്വാലിഹാവുള്ളൂ. ഒരാൾ അഖീദയിൽ ഭയമുണ്ടെങ്കിൽ ആ വ്യക്തി ഒന്നുകിൽ ബിദഅത്തിയാണ് അല്ലെങ്കിൽ കാഫിറാണ്. അവരെ സ്വാലിഹ് നമുക്ക് വിളിക്കാൻ പറ്റില്ല. ഒരു ആൾ വഹാബി ആവുന്നതോട് കൂടിയിട്ട് ആ വ്യക്തി എന്താണ്? അയാൾ ബിദഅത്തിയായി മാറണം. അവരെ സംബന്ധിച്ച് വിധി ഫാസിക്കാണ് എന്നും കിതാബിലേക്ക് രേഖപ്പെടുത്തി. ചില അഖീദയിലുള്ള ഫിസ്ക് വരുന്നുണ്ട് അവിടെ. അപ്പോൾ അവരെന്തില്ല? സ്വാലിഹിൻ്റെ ഗണത്തിൽ അവരെ പെടുത്താൻ പറ്റില്ല. അഖീദയിൽ ഭയം വന്ന ഒരാളെ അഖീദയിൽ പേച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിനെ നമുക്ക് സ്വാലിഹിൻ്റെ ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. അപ്പോൾ സ്വഹീഹുൽ അഖീദ, അതായത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ അഖീദ പിൻപറ്റുന്ന ആളും അതുപോലെ തന്നെ ഈ സ്വാലിഹായ അമൽ ചെയ്യുന്ന ആളും ആകുമ്പോഴേ ഒരാൾ സ്വാലിഹാവുള്ളൂ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ അഹ്ലു സുന്നത്തുൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഫിഖ്ഹിൽ 4 മദ്ഹബ് പിൻപറ്റുക, അഖീദയിൽ അശ്അരി മാതുരിദി ത്വരീഖത്തുകൾ ഏതൊരു അഖീദയിൽ മേലാണുള്ളത് അതിനെ ഫോളോ ചെയ്യുന്നവരാണ് ശരി ഇന്നത്തെ ഈ കാലഘട്ടത്തിലുള്ള അഹ്ലു സുന്നത്തുൽ ജമാഅത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത് കറക്റ്റ് ഫോളോ ചെയ്യുന്ന ആളായാൽ റിജാൽ ഗൈബിൻ്റെ സഹായം കിട്ടുള്ളൂ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇത് തിർമിദി ഷരീഫിലുള്ള സ്വഹീഹായ ഹദീസിൻ്റെ പ്രസക്ത ഭാഗമാണ്. എന്താ ഇവിടെ പറയുന്നത്? യർഹമുല്ലാഹു മൂസ, അള്ളാഹു മൂസാ നബി അലൈഹി ഇസ്ലാമിനെ മേലെ കരുണ ചെയ്യട്ടെ. ലവദിന അന്നഹു കാന സ്വബറ ഹത്താ യഖുസ്സ അലൈനാ മിൻ അഖ്ബാരിഹിമാ. ഞങ്ങൾ ആഗ്രഹിച്ചു പോകണം. എന്താണ് ആഗ്രഹിക്കുന്നത്? മൂസാ നബി അലൈഹി ഇസ്ലാമിന് ക്ഷമയുണ്ടായിരുന്നെങ്കിൽ അവരുടെ രണ്ടുപേരുടെയും അറിവുകളിൽ നിന്നും ഇനിയും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ശരിക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമും ഖിദർ അലൈഹി ഇസ്ലാമും തമ്മിലുള്ള സംഭവത്തിലേക്കാണ് ഇവിടെ സൂചന നൽകുന്നത്. അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമും ഇനിയും ക്ഷമിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഖിദർ അലൈഹി ഇസ്ലാമിൽ നിന്ന് കൂടുതൽ അറിവുകൾ എന്തുണ്ട്? അത് തുറന്നു കിട്ടുമായിരുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, മൂസാ നബി അലൈഹി ഇസ്ലാം ശരിക്കും പറഞ്ഞാൽ അവിടെ ക്ഷമ പാലിക്കാത്തതിൻ്റെ പേരിലാണ് ഇത് ഖിദർ അലൈഹി ഇസ്ലാമുമായിട്ടുള്ള നിന്ന് കിട്ടേണ്ടതായിട്ട് തുറന്നു കിട്ടേണ്ടത് ഖിദർ അലൈഹി ഇസ്ലാം ആദ്യമാക്കിക്കൊണ്ട് തുറന്നു കിട്ടേണ്ടതായിട്ടുള്ള അറിവുകൾ പലതും ബ്ലോക്കായി പോയത്. അപ്പോൾ റിജാൽ ഗൈബിൻ്റെ സഹായം നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഔലിയാക്കളെ ഇത്തിറാദ് ചെയ്യുക എന്ന് പറയുന്നത്. ഔലിയാക്കളെ നമ്മൾ അവരുടെ കറാമത്തുകൾ, അവരുടെ അവസ്ഥകൾ, അവരുടെ അഹ്വാലുകൾ അതിനെ നിഷേധിക്കുന്ന ഒരാൾ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവർക്ക് റിജാൽ ഗൈബിൻ്റെ സഹായം നഷ്ടപ്പെടും. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. അതിനുള്ള തെളിവാണ് ഈ സംഭവം. അപ്പോൾ വഹാബിസം എന്ന് പറയുന്നത് തന്നെ അത് തുടങ്ങുന്നത് തന്നെ ഔലിയാക്കളെ ഇത്തിറാദ് ചെയ്തിട്ടാണ്. അതായത് ഔലിയാക്കളുടെ കറാമത്തുകൾ, അവരുടെ അഹ്വാലുകൾ ഇതെല്ലാം അവർ നിഷേധിക്കുന്നുണ്ട്. മാത്രമല്ല ഔലിയാക്കൾ ഉണ്ട് എന്നുള്ളതിനെ നിഷേധിക്കുന്നുണ്ട്. അതാണ് വഹാബിസം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിഭാഗത്തിനെ തന്നെ നിഷേധിക്കുന്ന ഒരു ആശയത്തിൽ ഒരാൾ കടന്നു വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ റിജാൽ ഗൈബ് മുഖേന കിട്ടേണ്ടതായിട്ടുള്ള ഖാസായ സഹായങ്ങളൊക്കെ തടയപ്പെട്ടു പോകും. ഖാസായിട്ടുള്ള പ്രത്യേക സഹായങ്ങൾ തടയപ്പെട്ടു പോകും. ഇതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള വിഷയം. അപ്പോൾ റിജാൽ ഗൈബിൽ നിന്നും മദത് കിട്ടാൻ ശരിക്കും പറഞ്ഞാൽ 3 കണ്ടീഷൻസ് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താ വെച്ചാൽ ഒന്നാമത്തെ കണ്ടീഷന് സ്വഹീഹുൽ അഖീദ ആയിരിക്കണം, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ പിൻപറ്റുന്ന ആളായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷന് സ്വാലിഹായ അമൽ ചെയ്യുന്ന ആൾ. മൂന്നാമത്തെ കണ്ടീഷൻ ഔലിയാക്കളെ സ്നേഹിക്കുന്നവർ, ഔലിയാക്കളുമായി ചേർന്ന് നിൽക്കുന്ന ആളായിരിക്കണം. ഔലിയാക്കളുടെ കറാമത്തുകൾ, അവരുടെ അഹ്വാലുകൾ അതിനൊന്നും നിഷേധിക്കാത്ത ആളുമാണ്. അപ്പോൾ ഇവിടെയൊക്കെ വഹാബിസം എന്ത് ചെയ്യും? വഹാബിസത്തിൽ കയറുന്നതോട് കൂടിയിട്ട് ഇതിൽ ഈ പറഞ്ഞ ഔലിയാക്കളെ നിഷേധിക്കുന്നുണ്ട്, അഖീദയിൽ പിഴവ് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുന്നത് കാരണമായി റിജാൽ ഗൈബിൻ്റെ സഹായം ബ്ലോക്കാവും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ദജ്ജാലിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതിയിൽപ്പെട്ടതാണ് ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ വഹാബിസത്തിന് കയറ്റിവിടാനുള്ളത്. വഹാബിസത്തിന് കയറ്റിവിടുന്നതോട് കൂടി ദജ്ജാലിനെതിരെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസായ റിജാൽ ഗൈബിൻ്റെ സഹായം, ഖാസായ സഹായങ്ങൾ നഷ്ടപ്പെടും ഈ പ്രസ്ഥാനത്തിൽ. അതോട് കൂടിയിട്ട് പിന്നെ ദജ്ജാലിൻ്റെ ആൾക്കാർക്ക് കയറി കളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഉസ്മാനിയ ഖിലാഫത്ത് താഴെ ഇറക്കുക എന്നത് ദജ്ജാലിൻ്റെ പദ്ധതികളിൽപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതിയായിരുന്നു. കാരണം വെച്ചാൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലുള്ള വന്നിട്ട് ഓട്ടോമൻ ഖലീഫമാരിൽ എല്ലാവരും സുന്നികളായിരുന്നു എന്നുള്ളതാണ്. ഒരാൾ പോലും വിധത്തില്ല. എല്ലാവരും സ്വഹീഹുൽ അഖീദുള്ള ആൾക്കാരായിരുന്നു, അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ ആശയം പിൻപറ്റുന്നവരായിരുന്നു. മാത്രം ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഭരണാധികാരികൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകൾ മുസ്ലിം ലോകത്തിനെ ഭരിക്കുമ്പോൾ അവിടെ ദജ്ജാലിന് കയറി കളിക്കാൻ പറ്റില്ല. അപ്പോഴാണ് എന്ത് ചെയ്തത്? ഈ പറഞ്ഞ അബ്ദുൽ ഹമീദ് സാനി റഹ്മത്തുള്ളാഹി താഴെ ഇറക്കുന്നതോടുകൂടി ഉസ്മാനിയ ഖിലാഫത്ത് എന്നെ ഡിസ്മാൻഡിൽ ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ എന്താ വെച്ചാൽ ലോകം ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് ഒന്നുകിൽ വഹാബികളാണ് അല്ലെങ്കിൽ വഹാബിസൊക്കെ ചാഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ട്? ആ പറഞ്ഞ ഭരണാധികാരികളൊന്നും ദജ്ജാലിന് ഒരു ഭീഷണിയല്ല. കാരണം അവിടെയൊക്കെ റിജാൽ ഗൈബിൻ്റെ മതം നഷ്ടപ്പെട്ടിരിക്കണം. അപ്പോൾ എന്താ സമയത്ത് ദജ്ജാലിൻ്റെ ഏജന്റുമാർക്കൊക്കെ അവിടെ കയറിയിട്ട് നല്ല കളികൾ കളിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ലോകഘടനയെ ദജ്ജാൽ മാറ്റി കഴിഞ്ഞിരിക്കണം. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് വഹാബിസം. മാത്രമല്ല ഉസ്മാനിയ ഖിലാഫത്തിനെ താഴെ ഇറക്കുന്നത് വഹാബികൾക്ക് പങ്കുണ്ട് എന്നുള്ളത് ചരിത്ര സത്യമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ വഹാബിസം എന്ന് പറയുന്ന ഈ മാരകമായ ക്യാൻസർ ഇത് ദജ്ജാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ് എന്നുള്ളതാണ് നമ്മൾ അവസാനമായി മനസ്സിലാക്കേണ്ട വിഷയം. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ദജ്ജാലിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്താ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ജസ്സാസ എന്ന് പറയുന്ന ജിന്ന്
ദജ്ജാലിൻ്റെ ബന്ധിച്ചിട്ടുള്ള ദ്വീപിലുള്ള ജിന്ന്, അതിന് ഈ സ്പൈ വർക്ക്, ലോകത്തിലുള്ള ചാര പ്രവർത്തനങ്ങളുമായിട്ട് എങ്ങനെയാണ് ബന്ധം വരുന്നത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ വഹാബിസം എന്ന് പറയുന്നത് ദജ്ജാലിൻ്റെ ആയുധമാക്കുന്നത് എങ്ങനെയാണെന്ന് ചർച്ച ചെയ്തു. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ഇപ്പം ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാവരും ദുആ ചെയ്യുക. ഇനിയും ഈ വിഷയത്തിൽ കൂടുതൽ വീഡിയോകൾ മുന്നോട്ട് കൊണ്ടുവരാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അള്ളാഹിൻ്റെ സഹായം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടും ഇനി മുന്നേറാൻ വേണ്ടിയിട്ടും എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.